എല്ലാവർക്കും PSC SCRT ബൂസ്റ്റർ ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് 2026 PSC ചോദിച്ചിട്ടുള്ള ഇന്ത്യൻ ജോഗ്രഫിയുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ്. നമ്മൾ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടിട്ടുണ്ട്, റിലേറ്റഡ് ഫാക്ട്സും ചെയ്ത് ഇട്ടിട്ടുണ്ട്. എല്ലാവരും ആദ്യം ആ വീഡിയോ കാണുക, അതിനുശേഷം ഈ വീഡിയോ കാണുക. ഈ വീഡിയോയോടുകൂടി 2026 PSC ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം കംപ്ലീറ്റ് ആക്കും. അതുപോലെ വേണ്ട റിലേറ്റഡ് ഫാക്ട്സും പറഞ്ഞായിരിക്കും പോകുന്നത്. അപ്പം നമുക്ക് സമയം കളയാതെ ക്വസ്റ്റ്യൻസ് നോക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ശരിയായതാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ സി ആണ്. 2ഉം 3ഉമാണ് ശരിയായിട്ട് വരുന്നത്. അതായത് ഉപോഷ്ണ മേഖല, ഉച്ചമർദ്ദ മേഖല 30 ഡിഗ്രി വടക്ക് 30 ഡിഗ്രി തെക്കായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. അത് ശരിയാണ്. ഉപദ്രവീയ ന്യൂനമർദ്ദ മേഖല 60 വടക്ക് 60 തെക്കായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. ഇത് നമ്മുടെ SCRT ടെക്സ്റ്റ് ബുക്കിലുള്ള ഫാക്റ്റ് ആണ്. ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് പഴയ SCRT ആണ്. 10ാം ക്ലാസ്സിലെ ചാപ്റ്റർ ആണ്. കാറ്റിന്റെ ഉറവിടം തേടി എന്നാണ് ചാപ്റ്ററിന്റെ പേര്. ഇവിടെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. ഏറ്റവും നടുക്കൂടെ പോകുന്നതാണ് ഏത്? 0 ഡിഗ്രി മധ്യരേഖ ന്യൂനമർദ്ദ മേഖല. ഭൂമധ്യരേഖ താഴ്ന്ന മർദ്ദ മേഖല സ്ഥിതി ചെയ്യുന്നത് 0 ഡിഗ്രി ഇക്വേറ്ററിലാണ്. പിന്നുള്ളത് 30 ഡിഗ്രി വടക്ക് തെക്ക്. ഇവിടെയാണ് എന്ത്? ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖല. അതാണ് നമുക്ക് രണ്ടാമത്തെ പോയിന്റ് ആയിട്ട് തന്നത്. പിന്നുള്ളത് 60 വടക്ക് 60 തെക്ക്. ഉപദ്രവീയ ന്യൂനമർദ്ദ മേഖല സ്ഥിതി ചെയ്യുന്നതാണ്. 60 വടക്ക് 60 തെക്ക്. പിന്നെ പഠിച്ചു വെക്കണം, ധ്രുവീയ ഉച്ചമർദ്ദ മേഖല 90 വടക്കിനും 90 തെക്കിനും ഇടയ്ക്കാണ്. നടുക്കൂടെ പോകുന്നതാണ് മധ്യരേഖ ന്യൂനമർദ്ദ മേഖല. ഇത് ടെക്സ്റ്റിൽ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് എല്ലാം. ആദ്യം മധ്യരേഖ ന്യൂനമർദ്ദ മേഖല നടുക്കൂടെ പോകുന്നതാണ്. വർഷം മുഴുവൻ സൂര്യരശ്മികൾ ലംബമായിട്ട് പതിക്കുന്ന മേഖലയാണ് ഏത്? മധ്യരേഖ ന്യൂനമർദ്ദ മേഖല. അതുകൊണ്ട് തന്നെ ഈ മേഖലയിലെ ചൂട് കൂടുതലായിരിക്കും. സൂര്യന്റെ ചൂടേറ്റ് വായു വികസിക്കുകയും വൻതോതിൽ ഉയരുകയും ചെയ്യുന്നു. ഈ മേഖലയിൽ ഉടനീളം ന്യൂനമർദ്ദം അനുഭവപ്പെടാൻ കാരണം ഇതാണ്. അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. മധ്യരേഖയ്ക്ക് തെക്ക് 5 ഡിഗ്രി മുതൽ വടക്ക് 5 ഡിഗ്രി വരെ അക്ഷാംശങ്ങൾക്കിടയിലാണ് ഏത്? ഈ മധ്യരേഖ ന്യൂനമർദ്ദ മേഖല വരുന്നത്. അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. മധ്യരേഖ ന്യൂനമർദ്ദ മേഖല വരുന്നത് തെക്ക് 5 ഡിഗ്രി മുതൽ വടക്ക് 5 ഡിഗ്രി വരെയാണ്. വായു വൻതോതിൽ മുകളിലേക്ക് ഉയർന്നു പോകുന്നു എന്നതുകൊണ്ട് തന്നെ ഇവിടെ കാറ്റുകൾ തീരെ ദുർബലമാണ്. കാറ്റുകൾ ഇല്ലാത്ത മേഖല എന്ന അർത്ഥത്തിൽ നിർവാത മേഖല. ഇത് PYQ ആണ്, പഠിച്ചു വെക്കണം. നിർവാത മേഖല എന്നും ഈ മർദ്ദ മേഖല അറിയപ്പെടുന്നു. മധ്യരേഖ ന്യൂനമർദ്ദ മേഖലയെ നിർവാത മേഖല അഥവാ ഡോൾഡ്രംസ് എന്ന് അറിയപ്പെടുന്നത്. കാരണം ഇവിടെ കാറ്റുകൾ ഇല്ലാത്ത മേഖലയാണ്. അതുകൊണ്ടാണ് നിർവാത മേഖല അല്ലെങ്കിൽ ഡോൾഡ്രം എന്ന് അറിയപ്പെടുന്നത്. അത് PYQ ക്വസ്റ്റ്യൻ ആണ്, പഠിച്ചു വെക്കണം. അടുത്ത ഇനി ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലയാണ്. നമ്മൾ പറഞ്ഞു 30 ഡിഗ്രി വടക്ക് 30 ഡിഗ്രി തെക്ക് ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖല. അതുപോലെ PYQ ക്വസ്റ്റ്യൻ ആണ്, ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലയാണ് എന്ത്? കുതിര അക്ഷാംശം എന്ന് അറിയപ്പെടുന്നത്. കുതിര അക്ഷാംശം എന്നും അറിയപ്പെടുന്നത് ഏതിനെയാണ്? ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലയാണ്. അതൊന്ന് പഠിച്ചു വെക്കുക, PYQ ക്വസ്റ്റ്യൻ ആണ്. കാരണം യൂറോപ്പിൽ നിന്ന് അമേരിക്കയിലേക്ക് പോയിരുന്ന പഴയകാല ചരക്കു കപ്പലുകളിലെ ഒരു പ്രധാന കയറ്റുമതി ഇനമായിരുന്നു എന്ത്? ഈ മുന്തിയ ഇനം കുതിര. ഈ ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലയിലെ കാറ്റ് ദുർബലമായതുകൊണ്ട് പായ്ക്കപ്പല് സുഗമമായിട്ട് സഞ്ചരിക്കാനാവാത്ത സാഹചര്യം ഉണ്ടായിരുന്നു. കപ്പലിന്റെ ഭാരം കുറച്ചാൽ സഞ്ചാരം എളുപ്പമാകുന്നതുകൊണ്ട് ഈ കുതിരകളിൽ പലതിനെയും കടലിൽ ഉപേക്ഷിക്കുകയായിരുന്നു. അങ്ങനെയാണ് എന്ത്? ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലയ്ക്ക് കുതിര അക്ഷാംശം എന്ന പേര് വന്നത്. ആഗോള മർദ്ദ മേഖലകൾ ഇമ്പോർട്ടൻ്റ് ആണ്. ഏറ്റവും സെൻട്രിൽ കൂടെ പോകുന്നതാണ് ഇക്വേറ്റർ 0 ഡിഗ്രി. മധ്യരേഖയ്ക്ക് തെക്ക് 5 ഡിഗ്രി മുതൽ വടക്ക് 5 ഡിഗ്രി വരെയുള്ള അക്ഷാംശങ്ങൾക്കിടയിലാണ് മധ്യരേഖ ന്യൂനമർദ്ദ മേഖല. ഇതിനെ നിർവാത മേഖല അഥവാ ഡോൾഡ്രംസ് എന്നും അറിയപ്പെടുന്നുണ്ട്. പിന്നെ ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖല വരുന്നത് 30 ഡിഗ്രി വടക്ക് 30 ഡിഗ്രി തെക്ക് ഇടയ്ക്കാണ്. പിന്നെ ഉപദ്രവീയ ന്യൂനമർദ്ദ മേഖല 60 ഡിഗ്രി വടക്ക് 60 ഡിഗ്രി തെക്കാണ്. പിന്നെ ധ്രുവീയ ഉച്ചമർദ്ദ മേഖല 90 ഡിഗ്രി വടക്ക് 90 ഡിഗ്രി
തെക്കാണ്. അതൊന്നും പഠിച്ചു നോക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഈ ചാപ്റ്ററിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സും കൂടെ പറയാം. ഇനി വരുന്ന എക്സാമിന് ചിലപ്പോൾ അതൊക്കെ ആയിരിക്കും ചോദിക്കുന്ന. അന്തരീക്ഷ മർദ്ദത്തിലെ വ്യതിയാനങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. PSC പ്രീവിയസ് ഇയർ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ചതുരശ്ര മീറ്ററിന് 1034 മില്ലിഗ്രാം. ഈ നമ്പർ ഒന്ന് പഠിച്ചു വെച്ചോ. 1034 മില്ലിഗ്രാം എന്ന തോതിലാണ് ഭൗമോപരിതലത്തിൽ വായു ചെലുത്തുന്ന ശരാശരി ഭാരം. ഭൗമോപരിതലത്തിൽ വായു ചെലുത്തുന്ന ശരാശരി ഭാരം എത്രയാണ്? ചതുരശ്ര സെന്റിമീറ്ററിന് 1034 മില്ലിഗ്രാം. അതുപോലെ ഇതും PYQ ആണ്. റീസെന്റ് ആയിട്ട് നടന്ന എക്സാമിന് ചോദിച്ചാണ്. രസബാരോമീറ്റർ ആണ് അന്തരീക്ഷ മർദ്ദം അളക്കുന്നത്. അന്തരീക്ഷ മർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? മെർക്കുറി ബാരോമീറ്റർ ആണ്. പിന്നെ പഠിക്കേണ്ടത് മില്ലി ബാർ, ഹെക്ടോ പാസ്കൽ. മില്ലി ബാർ, ഹെക്ടോ പാസ്കൽ എന്നീ ഏകങ്ങളിലാണ് ഇത് രേഖപ്പെടുത്തുന്നത്. മില്ലി ബാർ, ഹെക്ടോ പാസ്കൽ എന്നീ ഏകങ്ങളിലാണ് രേഖപ്പെടുത്തുന്നത്. അതും പഠിച്ചു വെക്കുക, ഇമ്പോർട്ടന്റ് ആണ്. ശരാശരി അന്തരീക്ഷ മർദ്ദത്തില് രസത്തിന്റെ നിരപ്പ് അത് നിറച്ചിട്ടുള്ള സ്ഫടികക്കുഴലില് 76 സെന്റിമീറ്റർ ആയിരിക്കും. അപ്പോഴത്തെ അന്തരീക്ഷ മർദ്ദം എത്രയാണെന്നും പഠിച്ചു വെക്കുക. 1013.2 മില്ലി ബാർ അല്ലെങ്കിൽ ഹെക്ടോ പാസ്കൽ. പഠിച്ചു വെക്കുക, ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ പഠിച്ചു വെക്കണം ഉയരവും അന്തരീക്ഷ മർദ്ദവും തമ്മിലുള്ള ബന്ധം. ഉയരം കൂടുന്നതിനനുസരിച്ച് അന്തരീക്ഷ മർദ്ദം കുറഞ്ഞാണ് വരുന്നത്. ഏകദേശം 10 മീറ്റർ ഉയരത്തിന് 1 മില്ലി ബാർ എന്ന തോതിലാണ് മർദ്ദം കുറഞ്ഞു വരുന്നത്. ഇത് PYQ ക്വസ്റ്റ്യൻ ആണ്. 10 മീറ്റർ ഉയരത്തിന് 1 മില്ലി ബാർ എന്ന തോതിലാണ് മർദ്ദം കുറയുന്നത്. ഉയരം കൂടുന്തോറും അന്തരീക്ഷ മർദ്ദം കുറയുകയാണ് ചെയ്യുന്നത്. മുകളിലോട്ട് പോകുന്തോറും വായുവിന്റെ അളവ് കുറയുന്നതുകൊണ്ടാണ് ഈ വായുമർദ്ദം കുറയുന്നത്. ആ പോയിന്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. അടുത്തത് നമ്മൾ പറഞ്ഞാണ് ആഗോള മർദ്ദ മേഖലകള്. മധ്യരേഖ ന്യൂനമർദ്ദ മേഖല, ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖല, ഉപധ്രുവീയ ന്യൂനമർദ്ദ മേഖല, ധ്രുവീയ ഉച്ചമർദ്ദ മേഖല. ഇത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞാണ്. ഇത് പഠിച്ചു വെക്കണം. നിർവാത മേഖല അല്ലെങ്കിൽ ഡോൾഡ്രംസ്. മധ്യരേഖ ന്യൂനമർദ്ദ മേഖലയാണ് നിർവാത മേഖല അല്ലെങ്കിൽ ഡോൾഡ്രംസ് എന്ന് അറിയപ്പെടുന്നത്. അടുത്തത് കാറ്റിന്റെ വേഗതയും ദിശയെയും സ്വാധീനിക്കുന്ന 3 ഘടകങ്ങൾ എന്തൊക്കെയാന്ന് PSC ചോദിച്ചിട്ടുള്ളതാണ്. എന്താണ്? മർദ്ദ ചെരിവ്. അതായത് മർദ്ദ വ്യത്യാസം കൂടുന്തോറും കാറ്റിന്റെ വേഗത കൂടുകയാണ് ചെയ്യുന്നത്. കാറ്റിന്റെ വേഗത്തെയും ദിശയെയും സ്വാധീനിക്കുന്ന 3 ഘടകങ്ങൾ ഏതൊക്കെയാണ്? ഒന്നാമത് മർദ്ദചെരിവ്. കൊറിയോലിസ് പ്രഭാവമാണ് അടുത്തത്. ഭൂമിയുടെ ഭ്രമണം മൂലം കാറ്റിന്റെ ദിശയിൽ വ്യത്യാസം വരുന്നുണ്ട്. കൊറിയോലിസ് പ്രഭാവം എന്താണെന്ന് അറിഞ്ഞിരിക്കണം. ഭൗമോപരിതലത്തിൽ സ്വതന്ത്രമായിട്ട് ചലിക്കുന്ന വസ്തുക്കൾക്ക് ഭ്രമണം നിമിത്തം ഉത്തരാർദ്ധഗോളത്തില് സഞ്ചാര ദിശയ്ക്ക് വലത്തോട്ടും ദക്ഷിണാർദ്ധഗോളത്തില് സഞ്ചാര ദിശയ്ക്ക് ഇടത്തോട്ടും വ്യതിചലനം ഉണ്ടാവുന്നുണ്ട്. ഇതിന് കാരണമാകുന്ന ബലത്തെയാണ് കൊറിയോലിസ് ബലം എന്ന് പറയുന്നത്. ഇവിടെ പിക്ചറൊക്കെ കൊടുത്തിട്ടുണ്ട്. മധ്യരേഖാ പ്രദേശത്ത് നിന്നും ധ്രുവങ്ങളിലേക്ക് പോകുന്തോറും കൊറിയോലിസ് ബലം വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങോട്ട് പോകുന്തോറും കൊറിയോലിസ് ബലത്തിന്റെ പ്രഭാവത്താൽ ഉത്തരാർദ്ധഗോളത്തില് കാറ്റുകൾക്ക് സഞ്ചാര ദിശയ്ക്ക് വലതുവശത്തേക്കും ദക്ഷിണാർദ്ധഗോളത്തിൽ സഞ്ചാര ദിശയ്ക്ക് ഇടതുവശത്തേക്കും വ്യതിചലിക്കുമെന്ന് അഡ്മിറൽ ഫെറൽ, പഠിച്ചു വെക്കണം പേര്, അഡ്മിറൽ ഫെറൽ എന്ന ശാസ്ത്രജ്ഞനാണ് കണ്ടെത്തിയത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം അവതരിപ്പിച്ച നിയമമാണേത്? ഫെറൽ നിയമം. ഫെറൽ നിയമം ആരാണ്? അഡ്മിറൽ ഫെറൽ ആണ് കണ്ടുപിടിച്ചത്. അത് പഠിച്ചു വെക്കുക, ഇമ്പോർട്ടന്റ് ആണ്. അടുത്തത് ഘർഷണമാണ്. ഭൂപ്രതലത്തിലെ ഘർഷണം കാറ്റിനെ സ്വാധീനിക്കുന്നുണ്ട്. പഠിച്ചു വെക്കുക. കാറ്റിന്റെ വേഗതയും ദിശയെയും സ്വാധീനിക്കുന്ന 3 ഘടകങ്ങൾ എന്തൊക്കെയാണ്? മർദ്ദചെരിവ്, കൊറിയോലിസ് പ്രഭാവം, ഘർഷണം. അടുത്തത് ആഗോളവാദങ്ങളാണ്. ഇമ്പോർട്ടന്റ് ആയിട്ട് ടോപ്പിക്കാണ്. PSC ചോദിക്കുന്നതാണ്, പഠിച്ചു വെക്കണം. ആഗോള മർദ്ദ മേഖലയ്ക്കിടയിൽ രൂപപ്പെടുന്ന കാറ്റുകളെയാണ് ആഗോളവാദങ്ങൾ എന്ന് പറയുന്നത്. വിവിധ തരം ആഗോളവാദങ്ങളാണ് ഇനി പറഞ്ഞിരിക്കുന്നത്. 3 എണ്ണമുണ്ട്. ഏതൊക്കെയാണ്? വാണിജ്യവാദം, പശ്ചിമവാദങ്ങൾ, ധ്രുവീയ വാദങ്ങൾ. 3ഉം ഇമ്പോർട്ടന്റ് ആണ്. PSC റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നതാണ്, പഠിച്ചു വെക്കണം. ആദ്യം വാണിജ്യവാദങ്ങൾ എന്തെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖല. ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലയിൽ നിന്ന് മധ്യരേഖ ന്യൂനമർദ്ദ മേഖലയിലേക്ക് വീശുന്ന കാറ്റുകളാണ് ഏത്? വാണിജ്യവാദങ്ങൾ എന്ന് പറയുന്നത്. ഉത്തരാർദ്ധഗോളം ഈ സൈഡാണ്, ദക്ഷിണാർദ്ധഗോളം ഈ സൈഡ്. ഉത്തരാർദ്ധഗോളത്തില് വടക്ക് കിഴക്ക് ദിശയിൽ നിന്ന് വീശുന്നതുകൊണ്ട്
ഈ കാറ്റുകളെ വടക്ക് കിഴക്കൻ വാണിജ്യവാദം, ഇങ്ങോട്ടുള്ളതാണ് വടക്ക് കിഴക്കൻ വാണിജ്യവാദങ്ങൾ എന്ന് പറയുന്നത്. ദക്ഷിണാർദ്ധഗോളത്തില് തെക്ക് കിഴക്ക് ദിശയിലാണ് വീശുന്നത്. അതുകൊണ്ട് തെക്ക് കിഴക്കൻ വാണിജ്യവാദങ്ങൾ എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത്. ഈ രണ്ട് ഗോളങ്ങളിൽ നിന്നും വീശുന്ന വാണിജ്യവാദങ്ങൾ സംഗമിക്കുന്ന മധ്യരേഖ ന്യൂനമർദ്ദ മേഖല, ഇത് നമ്മൾ പറഞ്ഞാണ്. ഇതാണ് മധ്യരേഖ ന്യൂനമർദ്ദ മേഖലയെ അറിയപ്പെടുന്നത് ഇന്റർ ട്രോപ്പിക്കൽ കൺവെർജൻ സോൺ എന്നാണ്. ITCZ, ഇന്റർ ട്രോപ്പിക്കൽ കൺവെർജൻസ് സോൺ. PYQ ആണ്, പഠിച്ചു വെക്കണം. അഥവാ അന്തർ ഉഷ്ണമേഖല സംക്രമണ മേഖല, ഇന്റർ ട്രോപ്പിക്കൽ കൺവെർജൻസ് സോൺ അല്ലെങ്കിൽ അന്തർ ഉഷ്ണമേഖല സംക്രമണ മേഖല എന്നാണ് ഈ മധ്യരേഖ ന്യൂനമർദ്ദ മേഖലയെ അറിയപ്പെടുന്നത്. കാരണം രണ്ട് സൈഡിൽ നിന്നുള്ള കാറ്റ് വന്ന് സംഗമിക്കുന്നത് ഇവിടെയാണ്. അത് പഠിച്ചു നോക്കുക, ഇമ്പോർട്ടന്റ് ആണ്, PYQ ആണ്. അടുത്തത് പശ്ചിമവാദങ്ങളാണ്. പശ്ചിമവാദങ്ങള് അതിന്റെ ദിശ നേരെ തിരിച്ചാണ്. ഈ ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലയിൽ നിന്ന് ഉപദ്രവീയ ന്യൂനമർദ്ദ മേഖലയിലേക്കാണ് വീശുന്നത്. അങ്ങനെയുള്ളതാണ് ഇത് പശ്ചിമവാദങ്ങൾ. ഉത്തരാർദ്ധഗോളത്തിലുമുണ്ട്, ദക്ഷിണാർദ്ധ ഗോളത്തിലുമുണ്ട്. അതുപോലെ നോട്ട് ചെയ്ത് വെക്കണം, വാസ്കോഡഗാമയ്ക്ക് ഇന്ത്യയിലേക്കുള്ള യാത്രയിൽ സഹായിച്ചത് ഈ പശ്ചിമവാദങ്ങളാണ്. അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. അതുപോലെ പഠിച്ചു വെക്കേണ്ടതാണ് ഈ പശ്ചിമവാദങ്ങളെ റോറിംഗ് ഫോർട്ടീസ്, ഫ്യൂരിയസ് ഫിഫ്റ്റീസ്, പിന്നെ ഷ്രീക്കിംഗ് സിക്സ്റ്റീസ്, ഇങ്ങനെ പഴയകാല നാവികര് പേരിട്ടിരുന്നു പശ്ചിമവാദങ്ങളെ. ചോദിച്ചിട്ടുള്ളതാണ് റോറിംഗ് 40, ഫ്യൂരിയസ് 50, ഷ്രീക്കിംഗ് 60. ഇതൊക്കെ പശ്ചിമവാദങ്ങളാണ്, പഠിച്ചു വെക്കണം, ഇമ്പോർട്ടന്റ് ആണ്, PYQ ആണ്. അടുത്തത് ധ്രുവീയവാദങ്ങളാണ്. രണ്ട് ഗോളത്തിലും കിഴക്ക് ദിക്കിൽ നിന്നാണ് വീശുന്നത്. ഇവയെ അറിയപ്പെടുന്നത് ധ്രുവീയ പൂർവ്വവാദങ്ങൾ എന്നാണ്. വടക്കേ അമേരിക്ക, അതുപോലെ വടക്കൻ യൂറോപ്യൻ രാജ്യങ്ങൾ, റഷ്യ എന്നീ മേഖലകളിലെ കാലാവസ്ഥ നിർണ്ണയിക്കുന്നതിൽ ധ്രുവീയ പൂർവ്വവാദങ്ങൾക്ക് പങ്കുണ്ട്. എവിടൊക്കെയാണ്? വടക്കേ അമേരിക്ക, അതുപോലെ വടക്കൻ യൂറോപ്യൻ രാജ്യങ്ങൾ, റഷ്യ, ഇവിടുത്തെയൊക്കെ കാലാവസ്ഥ നിർണ്ണയിക്കുന്നത് ധ്രുവീയ പൂർവ്വവാദങ്ങളാണ്. ആഗോളവാദങ്ങൾ മൂന്നും പഠിച്ചു വെക്കണം, ഇമ്പോർട്ടന്റ് ആണ്. വർഷം മുഴുവൻ ആഗോള മർദ്ദ മേഖലക്കിടയിൽ സ്ഥിരമായിട്ട് വീശുന്ന കാറ്റുകളാണ് ഏത്? ആഗോളവാദങ്ങൾ എന്ന് പറയുന്നത്. ഇനി അടുത്തത് കാലികവാദങ്ങളാണ്. കാലികവാദങ്ങൾ എന്ന് പറയുന്നത് ചില കാലങ്ങളിൽ മാത്രം ഉണ്ടാകുന്ന കാറ്റുകളാണ് ഏത്? കാലികവാദങ്ങൾ. പഠിച്ചു വെക്കണം, ഇമ്പോർട്ടന്റ് ആണ്. കാലികവാദങ്ങൾ ഏതൊക്കെയാണ്? മൺസൂൺ, PSC റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നതാണ്. മൗസിം എന്ന അറബ് പദത്തിൽ നിന്നാണ് മൺസൂൺ എന്ന വാക്ക് ഉണ്ടായത്. കാലത്തിനൊത്ത് ദിശ മാറുന്ന കാറ്റുകളാണ് ഏത്? മൺസൂൺ കാറ്റുകൾ. സൂര്യന്റെ അയനം, കൊറിയോലിസ് പ്രഭാവം, താപനിലയിലെ വ്യത്യാസം, ഇതൊക്കെയാണ് കാരണം. ഈ മൗസിം എന്ന അറബ് പദത്തിൽ നിന്നാണ് മൺസൂൺ എന്ന വാക്കുണ്ടായത്. അത് പഠിച്ചു വെക്കണം, PSC റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നതാണ്. അതുപോലെ അറബി പണ്ഡിതനായ ഹിപ്പാലസ് ആണ് മൺസൂൺ കാറ്റുകളുടെ ഗതിമാറ്റം ആദ്യമായിട്ട് നിരീക്ഷിച്ചത്. ആരാണ്? ഹിപ്പാലസ് ആണ് മൺസൂൺ കാറ്റുകളുടെ ഗതിമാറ്റം ആദ്യമായിട്ട് നിരീക്ഷിച്ചത്. അടുത്തതാണ് കരക്കാറ്റും കടൽക്കാറ്റും. നമ്മൾ ഓൾറെഡി പറഞ്ഞാണ്, പകൽ സമയം കര വേഗത്തിൽ ചൂടാകുന്നതുകൊണ്ട് കരയിൽ ന്യൂനമർദ്ദം രൂപപ്പെടുകയും കടലിൽ നിന്ന് കരയിലേക്ക് കാറ്റ് വീശുകയും ചെയ്യുന്നു. ഇതാണ് കടൽക്കാറ്റ്. രാത്രിയിൽ ഇതിന് വിപരീതമായിട്ട് കരയിൽ നിന്നും കടലിലേക്ക് വീശുന്ന കാറ്റാണേത്? കരക്കാറ്റ്. ഈ കടൽക്കാറ്റ് പകൽ സമയത്താണ്, നോട്ട് ചെയ്ത് വെക്കുക. പിന്നെയുള്ള അടുത്ത കാലികവാദങ്ങളിൽ വരുന്നതാണ് ഏത്? പർവ്വതക്കാറ്റും താഴ്വരക്കാറ്റും. പകൽ സമയത്ത് താഴ്വരയിൽ നിന്ന് പർവ്വതത്തിലേക്ക് വീശുന്ന കാറ്റാണ് ഏത്? താഴ്വരക്കാറ്റ്. രാത്രിയിൽ പർവ്വതങ്ങളിൽ നിന്ന് താഴ്വാരത്തേക്ക് തണുത്ത വായു ഇറങ്ങി വരുന്നതാണ് ഏത്? പർവ്വതക്കാറ്റെന്ന് പറയുന്നത്. ഇമ്പോർട്ടന്റ് ആണ്. ഇനി അടുത്തത് പ്രാദേശികവാദങ്ങളാണ്. പ്രാദേശികവാദങ്ങളും PSC ചോദിക്കുന്നതാണ്. ലോക്കൽ വിൻഡ്സ്, ചില പ്രദേശങ്ങളിൽ മാത്രം അനുഭവപ്പെടുന്ന കാറ്റാണ് ഏത്? പ്രാദേശികവാദങ്ങൾ. എക്സാമ്പിൾ ഏതൊക്കെയാണ്? ചിനൂക്ക്, ഫൊന്ന്, ലൂ, മാംഗോ ഷവേഴ്സ് ഒക്കെയാണ്. ഒരെണ്ണം കൂടെ ഉണ്ട്, ഹർമാറ്റൺ. ഈ ചിനൂക്ക് എന്ന് പറയുന്നത് വടക്കേ അമേരിക്കയിലെ റോക്കി പർവ്വതനിരയുടെ കിഴക്കൻ ചെരുവിലൂടെ വീശുന്ന ഉഷ്ണക്കാറ്റാണ്. അത് പഠിച്ചു വെക്കണം, റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നതാണ്. വടക്കേ അമേരിക്കയിലെ റോക്കി പർവ്വതനിരയുടെ കിഴക്കൻ ചെരുവിലൂടെ വീശുന്ന ഉഷ്ണക്കാറ്റാണ് ഏതെന്ന് പറയുന്നത്? ചിനൂക്ക്. ഈ കാറ്റിന്റെ ഫലമായിട്ട് റോക്കി പർവ്വതനിരയുടെ കിഴക്കേ ചെരുവില് മഞ്ഞുരുകി മാറുന്നത് കൊണ്ടാണ് ഇവയ്ക്ക്
മഞ്ഞുതീനി എന്ന് അർത്ഥം വരുന്ന ചിനൂക്ക് എന്ന പേര് ലഭിച്ചത്? അതുപോലെ തന്നെ ശൈത്യത്തിന്റെ കാഠിന്യം കുറയ്ക്കുന്നതുകൊണ്ട് കനേഡിയൻ സമതലങ്ങളിലെ ഗോതമ്പ് കൃഷിക്ക് ചിനൂക്ക് പ്രയോജനപ്രദമാണ്. പിന്നെ അടുത്തത് ഫൊന്ന് ആൽപ്സ് പർവ്വതനിര കടന്ന് വടക്കൻ താഴ്വാരത്തേക്ക് വീശുന്ന കാറ്റാണേത്? ഫൊൻ. ആൽപ്സ് പർവ്വതനിരയിൽ വീശുന്ന കാറ്റാണേത്? ഫൊൻ. അടുത്തത് PSC ചോദിക്കുന്ന ഹർമാറ്റിനെ കുറിച്ചാണ്. ആഫ്രിക്കയിലെ സഹാറ മരുഭൂമിയിൽ നിന്ന് പടിഞ്ഞാറൻ ആഫ്രിക്കയിലേക്ക് വീശുന്ന പ്രാദേശികവാദമാണ് ഹർമാറ്റൻ എന്ന് പറയുന്നത്. റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നതാണ്. പൊതുവെ ഈർപ്പം നിറഞ്ഞ അസുഖകരമായ കാലാവസ്ഥ നിലനിൽക്കുന്ന പടിഞ്ഞാറൻ ആഫ്രിക്കയിൽ ഈ കാറ്റ് എത്തുന്നതോടെ കാലാവസ്ഥ മെച്ചപ്പെടുത്തുന്നുണ്ട്. ജനങ്ങൾ ഈ ഹർമാറ്റനെ ഡോക്ടർ എന്നാണ് വിളിക്കുന്നത്. PSC ചോദിച്ചിട്ടുണ്ട്. ഡോക്ടർ എന്നറിയപ്പെടുന്ന കാറ്റ് ഹർമാറ്റൻ ആണ്. ലൂ എന്ന് പറയുന്നത് ഉഷ്ണക്കാറ്റാണ്. റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നതാണ്. ഉത്തരേന്ത്യൻ സമതലത്തിൽ വീശുന്ന വരണ്ട ഉഷ്ണക്കാറ്റാണ് ഏത്? ലൂ. റിപ്പീറ്റഡ് PYQ ആണ്. അടുത്തത് മാംഗോ ഷവേഴ്സ് ആണ്. മാങ്ങ പഴുക്കുന്നതിനും പൊഴിക്കുന്നതിനും കാരണമാകുന്നതുകൊണ്ടാണ് ഇതിന് മാംഗോ ഷവേഴ്സ് എന്ന പേര് വന്നത്. പ്രാദേശികവാദങ്ങൾ ഇമ്പോർട്ടന്റ് ആണ്. റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നതാണ്, പഠിച്ചു വെക്കണം. അടുത്തത് അസ്ഥിരവാദങ്ങളാണ്. ചക്രവാതങ്ങളും പ്രതിചക്രവാതങ്ങളുമാണ് അസ്ഥിരവാദങ്ങളിൽ വരുന്നത്. ചക്രവാതങ്ങൾ അല്ലെങ്കിൽ സൈക്ലോൺസ് അന്തരീക്ഷത്തിൽ ന്യൂനമർദ്ദ പ്രദേശവും അതിനു ചുറ്റുമായിട്ട് ഉച്ചമർദ്ദവും ഉണ്ടാകുമ്പോൾ കാറ്റ് ചുഴറ്റിയടിക്കുന്നതാണ് ചക്രവാതങ്ങൾ എന്ന് പറയുന്നത്. പ്രതിചക്രവാതം എന്ന് പറയുന്നത് ഉച്ചമർദ്ദ കേന്ദ്രങ്ങളിൽ നിന്ന് പുറത്തേക്ക് കാറ്റ് ചുഴറ്റിയടിക്കുന്ന പ്രതിഭാസമാണെന്ത്? അസ്ഥിരവാദങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ ഈ ചാപ്റ്ററിൽ ഇത്രയേ ഉള്ളൂ പോയിന്റ്സ്. നമുക്കിനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്തത് പോഷക നദികളാണ്. PSC റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നതാണ്. ഇതിൽ ശരിയായിട്ട് വരുന്നത് ആൻസർ ഓപ്ഷൻ C ആണ് വരുന്നത്. 1ഉം 4ഉം ശരിയാണ്. ചമ്പലിന്റെ ആണ് ബനാസ്, കാവേരി കബനിയുടെ ആണ്. പഠിച്ചു വെക്കുക, ഇമ്പോർട്ടന്റ് ആണ്. നമുക്ക് SCERT ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിരിക്കുന്ന പോഷക നദികൾ പഠിക്കണം. PSC അതായിരിക്കും എക്സാമിന് ചോദിക്കുന്നത്. ആദ്യം ഹിമാലയൻ നദികൾ നോക്കാം. സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര. ഹിമാലയൻ നദികൾ പ്രധാനപ്പെട്ട 3 സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര. ഇതിന്റെ ഉത്ഭവസ്ഥാനവും പഠിക്കണം, അതുപോലെ പോഷക നദികളും പഠിക്കണം. PSC റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നതാണ്. സിന്ധുവിന്റെ ഉത്ഭവം മാനസരോവർ തടാകത്തിനടുത്ത് ബോഗർജു ഹിമാനിയിൽ നിന്നാണ് സിന്ധുവിന്റെ ഉത്ഭവം. സിന്ധുവിന്റെ പോഷക നദികൾ ഏതൊക്കെയാണ്? സത്ലജ്, ബിയാസ്, രവി, ചിനാബ്, ഝലം. ഈ 5 പഠിച്ചു വെക്കുക, ഇമ്പോർട്ടന്റ് ആണ്. റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നതാണ്. ഉത്ഭവം എവിടാണ്? മാനസരോവർ തടാകത്തിനടുത്ത് ബോഗർജു ഹിമാനിയിൽ നിന്നാണ്. അടുത്തത് ഗംഗാ നദി. ഗംഗോത്രി ഹിമാനിയിലെ ഗോയ്മുഖിൽ നിന്നാണ് ഉത്ഭവം. അതിന്റെ പോഷക നദി ഏതൊക്കെയാണ്? യമുന, ഘാഗ്ര, ഗണ്ഡക്, കോസി. ഏതൊക്കെയാണ് ഗംഗാ നദിയുടെ? യമുന, ഘാഗ്ര, ഗണ്ഡക്, കോസി. അടുത്തത് ബ്രഹ്മപുത്രയാണ്. ഉത്ഭവം എവിടാണ്? മാനസരോവർ തടാകത്തിനടുത്ത് ചെമൈന്ത് ഹിമാനിയിൽ നിന്നാണ്. പോഷക നദികൾ ഏതൊക്കെയാണ്? ദിബാംഗ്, ലോഹിത്, മാനസ്. ഏതൊക്കെയാണ്? ദിബാംഗ്, ലോഹിത്, മാനസ്. പഠിച്ചു വെക്കുക, ഇമ്പോർട്ടന്റ് ആണ്. ഇനി ഉപദ്വീപ്യൻ നദികൾ നോക്കാം. ഉപദ്വീപ്യൻ നദികൾ ആദ്യം പഠിക്കേണ്ടത് മഹാനദിയാണ്. ഉത്ഭവം എവിടാണ്? റായ്പൂരിലെ സിഹാവയാണ്. പ്രധാന പോഷക നദികൾ ഇബ്, ടെല്ല്. റിപ്പീറ്റഡ് PYQ ആണ്. മഹാനദിയുടെ പോഷക നദി ഏതൊക്കെയാണ്? ഇബ്, ടെല്ല്. ഗോദാവരിയുടെ ഏതൊക്കെയാണ്? പ്രൺഹിത, ഇന്ദ്രാവതി, ശബരി. ഇമ്പോർട്ടന്റ് ആണ്. ഗോദാവരിയുടെ പോഷക നദി ഏതൊക്കെയാണ്? പ്രൺഹിത, ഇന്ദ്രാവതി, ശബരി. ഉത്ഭവം പഠിച്ചു വെക്കണം. മഹാരാഷ്ട്രയിലെ നാസിക് ആണ്. കൃഷ്ണ അടുത്തത്. മഹാരാഷ്ട്രയിലെ മഹാബലേശ്വർ ആണ് ഉത്ഭവസ്ഥാനം. റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നതാണ്. പോഷക നദികൾ ഏതൊക്കെയാണ്? തുംഗഭദ്ര, ഭീമ, കൊയ്ന. കൃഷ്ണയുടെ ഏതൊക്കെയാണ്? തുംഗഭദ്ര, ഭീമ, കൊയ്ന. കാവേരിയുടെ ആണ് ഏതൊക്കെ? കബനി, ഭവാനി, അമരാവതി. കാവേരിയുടെ ഉത്ഭവം ബ്രഹ്മഗിരി കുന്നുകളാണ്, കർണാടകത്തിലെ. ഇതെല്ലാം ഇമ്പോർട്ടന്റ് ആണ്, പറഞ്ഞതെല്ലാം. നമ്മൾ ഈ ചാപ്റ്റേഴ്സ് എല്ലാം ചെയ്തിട്ടിട്ടുണ്ട്. 9ാം ക്ലാസ്സിലെ ജോഗ്രഫിന്ന് ഉള്ള ചാപ്റ്റേഴ്സ് ആണ്. എല്ലാം ഇമ്പോർട്ടന്റ് ആണ്. PSC ഇതിൽ നിന്നാണ് ക്വസ്റ്റ്യൻസ് ഇപ്പൊ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ എല്ലാവരും പുതിയ SCERT പഠിക്കാൻ ശ്രമിക്കുക. ഇന്ത്യൻ ജോഗ്രഫിയുമായിട്ട് ബന്ധപ്പെട്ട് ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിച്ചിരിക്കേണ്ട 6 ചാപ്റ്റേഴ്സ് ഉണ്ട്. നമ്മൾ ഈ ചാപ്റ്റർ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് തന്നെ എടുത്തിട്ടുള്ളതാണ്. കഴിഞ്ഞ പാർട്ട് 1 നമ്മൾ ഇന്ത്യൻ ഉപഭൂഖണ്ഡം ഈ ചാപ്റ്റർ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർ ആ വീഡിയോ കാണുക.
പിന്നെ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ട 9ാം ക്ലാസ്സിലെ 5 ചാപ്റ്റേഴ്സ് ആണ്. 5ഉം ഇമ്പോർട്ടന്റ് ആണ്. നമുക്കിപ്പോ ജസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ട് PSC ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് പറഞ്ഞു തരാം. ഈ ക്വസ്റ്റ്യൻ നമ്മൾ കണ്ടതാണ്. ഉത്തരേന്ത്യൻ സമതലങ്ങളുടെ സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചായിരുന്നു. ഫലഭൂഷ്ടമായ മണ്ണ്, പിന്നെ നിരപ്പായ ഭൂപ്രദേശം, നദികളാൽ ജലസമൃദ്ധം, ജനനിബിഡം എല്ലാം ഉത്തരേന്ത്യൻ സമതലത്തിന്റെ സവിശേഷതയാണ്. അതില് ക്വസ്റ്റ്യനിൽ ആൻസർ മാർക്ക് ചെയ്തപ്പോൾ തെറ്റിപ്പോയായിരുന്നു. സവിശേഷതകൾ ഇല്ലാത്തത് എന്നാണ് ചോദിച്ചത്. ഞാൻ എല്ലാം എന്നാണ് മാർക്ക് ചെയ്തത്. അപ്പൊ നിങ്ങൾ ഇതങ്ങ് പഠിച്ചു വെക്കുക, ഉത്തരേന്ത്യൻ സമതലങ്ങളുടെ സവിശേഷതകൾ എന്തൊക്കെയാന്ന്. പിന്നെ ഇതും ചോദിച്ചിട്ടുള്ളതാണ്. ഉപദ്വീപീയ പീഠഭൂമിയുടെ ആകൃതി ത്രികോണ ആകൃതിയാണ്. പഠിച്ചു വെക്കണം, ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ കാർഷിക കാലങ്ങൾ ഇമ്പോർട്ടന്റ് ആണ്. എല്ലാ എക്സാമിനും ഒരു ക്വസ്റ്റ്യൻ കാണും. ആരിഫ്, റാബി, സെയ്ദ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തതാണ്. കാണാത്തവർ ആ വീഡിയോ കാണുക. 9ാം ക്ലാസ്സിലെ ആദ്യത്തെ ചാപ്റ്റർ ആണ് ലോകത്തിന്റെ നെറുകയിൽ എന്നാണ് ചാപ്റ്ററിന്റെ പേര്. ഭൂപ്രകൃതി സവിശേഷതകളുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യയെ 5ആയിട്ട് തിരിക്കാം. എങ്ങനെയൊക്കെയാണ്? ഉത്തരപർവ്വത മേഖല, ഉത്തരേന്ത്യൻ സമതലം, ഉപദ്വീപീയ പീഠഭൂമി, ഇന്ത്യൻ മരുഭൂമി, തീരസമതലങ്ങളും ദ്വീപുകളും. ഈ ചാപ്റ്ററിൽ ഉത്തരപർവ്വത മേഖലയെ കുറിച്ചാണ് പറയുന്നത്. ഇവയ്ക്ക് ക്വസ്റ്റ്യൻ ആണ്. ലോകത്തിന്റെ മേൽക്കൂര എന്നറിയപ്പെടുന്നത് പാമിർ പർവ്വതക്കെട്ടിനെയാണ്. ലോകത്തിന്റെ മേൽക്കൂര എന്നറിയപ്പെടുന്നത് പാമിറിനെയാണ്. PYQ ക്വസ്റ്റ്യൻ ആണ്, പഠിച്ചു വെക്കണം. ഈ ചാപ്റ്റർ ഒക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എടുത്തിട്ടുള്ളതാണ്. പിന്നെ വലനം പഠിച്ചു വെക്കണം, ഇമ്പോർട്ടന്റ് ആണ്. ഭൂവൽക്കത്തിലെ ശിലാപാളികൾ സമ്മർദ്ദത്താൽ മടങ്ങി മടക്ക് പർവ്വതങ്ങൾ രൂപപ്പെടാറുണ്ട്. വലനം എന്ന പ്രക്രിയയിലൂടെയാണ് മടക്ക് പർവ്വതങ്ങൾ രൂപപ്പെടുന്നത്. PYQ ക്വസ്റ്റ്യൻ ആണ്. മടക്ക് പർവ്വതങ്ങൾ രൂപപ്പെടുന്നത് വലനം എന്ന പ്രക്രിയയിലൂടെയാണ്. മടക്ക് പർവ്വതത്തിന്റെ എക്സാമ്പിൾ ആണ് ഹിമാലയവും ആൽപ്സും ആൻഡീസും ഒക്കെ. പഠിച്ചു വെക്കണം. ഉത്തരപർവ്വത മേഖലയുടെ നീളം 2400 കിലോമീറ്റർ ആണ്. വീതിയും പഠിച്ചു വെക്കണം, PYQ ആണ്. 150 മുതൽ 400 കിലോമീറ്റർ വരെയാണ് വീതി. നീളം 2400 കിലോമീറ്റർ, വീതി 150 മുതൽ 400 കിലോമീറ്റർ വരെയാണ്. ഉത്തരപർവ്വത മേഖലയെ 3ആയിട്ട് തിരിക്കാം. എങ്ങനെയൊക്കെയാണ്? ട്രാൻസ് ഹിമാലയം, ഹിമാലയം, കിഴക്കൻ കുന്നുകൾ. അടുത്തത് PYQ ക്വസ്റ്റ്യൻ ആണ് ഈ ബോക്സിൽ തന്നിരിക്കുന്നത്. സമുദ്രനിരപ്പിൽ നിന്നും ശരാശരി 900 മീറ്ററിന് മുകളിൽ ഉയരമുള്ള ഭൂരൂപങ്ങളെയാണ് പൊതുവെ പർവ്വതങ്ങൾ എന്ന് അറിയപ്പെടുന്നത്. പർവ്വതങ്ങൾ എന്നറിയപ്പെടുന്നത് സമുദ്രനിരപ്പിൽ നിന്ന് ശരാശരി 900 മീറ്ററിന് മുകളിൽ ഉയരമുള്ള ഭൂരൂപങ്ങളെയാണ്. PYQ ആണ്, പഠിച്ചു വെക്കുക. ഉത്തരപർവ്വത മേഖലയെ 3ആയിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ട്രാൻസ് ഹിമാലയം, ഹിമാലയം, കിഴക്കൻ കുന്നുകൾ. ട്രാൻസ് ഹിമാലയം, ഹിമാലയം, കിഴക്കൻ കുന്നുകൾ. ഇതിലെ ഏറ്റവും വടക്ക് കാണപ്പെടുന്ന ട്രാൻസ് ഹിമാലയം, ട്രാൻസ് ഹിമാലയത്തെയാണ് ടിബറ്റൻ ഹിമാലയം എന്നും അറിയപ്പെടുന്നത്. PYQ ആണ്. ട്രാൻസ് ഹിമാലയത്തെയാണ് ടിബറ്റൻ ഹിമാലയം എന്ന് അറിയപ്പെടുന്നത്. ശരാശരി 3000 മീറ്റർ ആണ് ഉയരം. ട്രാൻസ് ഹിമാലയത്തിന്റെ ഉയരം 3000 മീറ്റർ ആണ്. വീതി എത്രയാണ്? 40 കിലോമീറ്റർ ആണ് വീതി. നീളം എത്രയാണ്? 965 ആണ്. ഈ നീളം വീതി ഒക്കെ പഠിക്കണം, ചോദിച്ചിട്ടുണ്ട്. ട്രാൻസ് ഹിമാലയത്തിന്റെ ശരാശരി ഉയരം എത്രയാണ്? 3000 മീറ്റർ ആണ്. നീളം 965 കിലോമീറ്റർ, വീതി 40 കിലോമീറ്റർ ആണ്. കാരക്കോറം നിര ഹിമാലയ പർവ്വതത്തെ പാമിർ പർവ്വതക്കെട്ടുമായിട്ട് ബന്ധിപ്പിക്കുന്നു. ഹിമാലയ പർവ്വതത്തെ പാമിർ പർവ്വതക്കെട്ടുമായിട്ട് ബന്ധിപ്പിക്കുന്നത് കാരക്കോറം നിരയാണ്. അടുത്ത ഹിമാലയത്തിന്റെ സബ് ഡിവിഷൻ ആണ് ഹിമാദ്രി, ഹിമാചൽ, സിവാലിക്. ഇവ മൂന്നും ചേർന്നതാണ് ഹിമാലയം. ആദ്യം സിവാലിക്കിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ഹിമാലയത്തിന്റെ ഏറ്റവും തെക്കായിട്ടുള്ളതാണ് ഏത്? സിവാലിക്. ഏകദേശം 60 മുതൽ 150 കിലോമീറ്റർ വീതിയുണ്ട്. സിവാലിക്കിന്റെ വീതി 60 മുതൽ 150 കിലോമീറ്റർ ആണ്. ഹിമാലയത്തിന്റെ ഏറ്റവും പുറമെയുള്ള ഭാഗമായോണ്ട് സിവാലിക്കിനെ ഔട്ടർ ഹിമാലയം എന്നും വിളിക്കുന്നു. ഹിമാലയത്തിന്റെ ഏറ്റവും പുറമെയുള്ള ഭാഗമായതുകൊണ്ട് സിവാലിക്കിനെ ഔട്ടർ ഹിമാലയം എന്ന് വിളിക്കുന്നു. ഇമ്പോർട്ടന്റ് ആണ്. ഹിമാലയ നിരകളിൽ ഏറ്റവും തെക്കായിട്ടുള്ളതാണ് ഏത്? സിവാലിക്. PYQ ക്വസ്റ്റ്യൻ ആണ്. ഗംഗാ സമതലത്തിന്റെ, ഇതും സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വന്നിട്ടുണ്ട്, ഗംഗാ സമതലത്തിന് അതിരായിട്ട് നിലകൊള്ളുന്നതും സിവാലിക് ആണ്. ഏകദേശം 60 മുതൽ 150 കിലോമീറ്റർ വരെ വീതിയുണ്ട്. ഔട്ടർ ഹിമാലയം എന്നും അറിയപ്പെടുന്നു.
അടുത്തത് സിവാലിക്കിന്റെ വടക്കായിട്ട് സമുദ്രനിരപ്പിൽ നിന്നും 3500 മുതൽ 4500 മീറ്റർ വരെയാണ് ശരാശരി ഉയരം. ഏതിന്? ഹിമാചലിന്. ലെസ്സർ ഹിമാലയം. ഹിമാചലിനെയാണ് ലെസ്സർ ഹിമാലയം എന്ന് അറിയപ്പെടുന്ന. വീതി എത്രയാണ്? 60 മുതൽ 80 കിലോമീറ്റർ വരെയാണ്. അടുത്തത് ഹിമാദ്രിയാണ്. ഇമ്പോർട്ടന്റ് ആണ്. ഗ്രേറ്റർ ഹിമാലയം എന്നും ഇന്നർ ഹിമാലയം എന്നറിയപ്പെടുന്നത് ഹിമാദ്രിയാണ്. സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 6100 മീറ്ററിന് മുകളിൽ ഉയരമുണ്ട്. വീതി എത്രയാണ്? 25 കിലോമീറ്റർ ആണ്. ഹിമാലയത്തിന്റെ നട്ടെല്ല് എന്നറിയപ്പെടുന്നത് ഈ ഹിമാദ്രിയാണ്. പഠിച്ചു വെക്കുക, ഇമ്പോർട്ടന്റ് ആണ്. ഈ ബോക്സിലെയും ഇമ്പോർട്ടന്റ് ആണ്. ഭൂവൽക്കവും മാന്റിലിന്റെ മുകൾ ഭാഗവും ചേർന്ന ഭാഗത്തെയാണ് ശിലാമണ്ഡലം എന്ന് പറയുന്നത്. PYQ ക്വസ്റ്റ്യൻ ആണ്. അതുപോലെ ശിലാമണ്ഡലത്തിന് താഴെയായിട്ട് ശിലകൾ ഉരുകി അർദ്ധ ദ്രാവകാവസ്ഥയിൽ നിലകൊള്ളുന്ന ഭാഗമാണ് അസ്തനോസ്ഫിയർ എന്ന് അറിയപ്പെടുന്നത്. അടുത്തത് 3 തരം ഫലക അതിരുകളാണ് പറഞ്ഞിരിക്കുന്നത്. സംയോജക സീമ, വിയോജക സീമ, ഛേദക സീമ ചോദിച്ചിട്ടുണ്ട്. ഫലകങ്ങൾ തമ്മിൽ അടുക്കുന്ന അതിരാണ് സംയോജക സീമ. ഫലകങ്ങൾ തമ്മിൽ അകലുന്ന അതിരുകളാണ് വിയോജക സീമ. ഫലകങ്ങൾ തിരശ്ചീനമായിട്ട് ഉരസി മാറുന്ന അതിരുകളാണ് ഛേദക സീമ. അടുത്തത് ഹിമാലയത്തിന്റെ സബ് ഡിവിഷൻസ് ആണ് പറഞ്ഞിരിക്കുന്നത്. ഹിമാലയത്തിൽ നിന്നും ഉത്ഭവിക്കുന്ന നദികൾ പർവ്വത നിരകൾക്ക് കുറുകെ ആഴമേറിയ താഴ്വരകൾ, ഗിരികന്ധരങ്ങൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നു. പർവ്വതങ്ങൾക്ക് കുറുകെ ഒഴുകുന്ന നദികളെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഹിമാലയത്തെ പ്രാദേശിക വിഭാഗങ്ങളായിട്ട് തിരിക്കുന്നത്. 3ആയിട്ടാണ്. പടിഞ്ഞാറൻ ഹിമാലയം, മധ്യ ഹിമാലയം, കിഴക്കൻ ഹിമാലയം. ഇമ്പോർട്ടന്റ് ആണ്. ഇതൊന്നും പഴയ SCERT ഇല്ല. ഇത്രയും ഭാഗം വരുന്നതാണ് പടിഞ്ഞാറൻ ഹിമാലയം, ഇത്രയും വരുന്നതാണ് മധ്യ ഹിമാലയം, ബാക്കി ഇങ്ങോട്ടുള്ളതാണ് കിഴക്കൻ ഹിമാലയം. പഠിച്ചു വെക്കണം. PSC ഇതിനകത്തുനിന്ന് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്. പടിഞ്ഞാറൻ ഹിമാലയത്തെ വേർതിരിക്കുന്ന നദികൾ ഏതൊക്കെയാന്ന് പഠിക്കണം. ഇത് PYQ ആണ്. പടിഞ്ഞാറൻ ഹിമാലയത്തെ സിന്ധു കാളി, മധ്യ ഹിമാലയത്തെ കാളി ടീസ്റ്റ, കിഴക്കൻ ഹിമാലയത്തെ ടീസ്റ്റ ബ്രഹ്മപുത്ര. ഈ 3 ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചു വെക്കണം. കിഴക്കൻ ഹിമാലയത്തെ സിന്ധു കാളി, മധ്യ ഹിമാലയം കാളി ടീസ്റ്റ, കിഴക്കൻ ഹിമാലയം ടീസ്റ്റ ബ്രഹ്മപുത്ര. വേർതിരിക്കുന്ന നദികൾ പഠിക്കണം. ജമ്മു കാശ്മീരിന് വടക്ക് സിന്ധു നദി താഴ്വര മുതൽ ഉത്തരാഖണ്ഡിന്റെ കിഴക്ക് കാളി നദി. കാളി നദി ഘാഗ്ര നദിയുടെ പോഷക നദിയാണ്. ഇമ്പോർട്ടന്റ് ആണ്. കാളി നദി ഘാഗ്ര നദിയുടെ പോഷക നദിയാണ്. സിന്ധു നദി താഴ്വര തൊട്ട് കാളി നദി വരെ ഉൾപ്പെടുന്ന പടിഞ്ഞാറൻ ഹിമാലയത്തെ വീണ്ടും തിരിച്ചിട്ടുണ്ട്. എങ്ങനെയൊക്കെയാണ്? കാശ്മീർ ഹിമാലയം, ഹിമാചൽ ഹിമാലയം, ഉത്തരാഖണ്ഡ് ഹിമാലയം. പടിഞ്ഞാറൻ ഹിമാലയത്തെ വീണ്ടും 3ആയിട്ട് തിരിച്ചിട്ടുണ്ട്. കാശ്മീർ ഹിമാലയം, ഹിമാചൽ ഹിമാലയം, ഉത്തരാഖണ്ഡ് ഹിമാലയം എന്ന്. കാശ്മീർ ഹിമാലയത്തിന്റെ നോക്കാം. ജമ്മു കാശ്മീര് ലഡാക്ക് പ്രദേശത്ത് ഏകദേശം 3.5 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയിൽ വ്യാപിച്ചു കിടക്കുന്ന കാശ്മീർ ഹിമാലയത്തിന് 700 കിലോമീറ്റർ നീളവും 500 കിലോമീറ്റർ വീതിയുമുണ്ട്. വിസ്തൃതി എത്രയാണ്? 3.5 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ ആണ്. നീളം 700 കിലോമീറ്റർ, വീതി 500 കിലോമീറ്റർ ആണ്. കാശ്മീർ ഹിമാലയത്തിലെ പ്രധാന പർവ്വത നിരകൾ ഏതൊക്കെയാണ്? കാരക്കോറം, ലഡാക്ക്, സസ്കർ, പീർപാഞ്ചൽ. കാശ്മീർ ഹിമാലയത്തിലെ പ്രധാന പർവ്വത നിരകൾ ഏതൊക്കെയാണ്? കാരക്കോറം, സസ്കർ, ലഡാക്ക്, പീർപാഞ്ചൽ. ലോകത്തിലെ 2ാമത്തെ ഉയരം കൂടിയ കൊടുമുടി ഏതാണ്? ഏറ്റവും വലുത് ഏതാണ്? എവറസ്റ്റ് ആണ്. 2ാമത്തേത് മൗണ്ട് കേറ്റു അല്ലെങ്കിൽ ഗോഡ്വിൻ ഓൺസ്റ്റീൻ. ഹൈറ്റ് പഠിക്കണം. 86.11 മീറ്റർ ആണ്. ഇത് എവിടെയാണ്? കാരക്കോറം നിരയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അത് PYQ ക്വസ്റ്റ്യൻ ആണ്, പഠിച്ചു വെക്കുക. മൗണ്ട് കേറ്റു സ്ഥിതി ചെയ്യുന്നത് കാരക്കോറം നിരയിലാണ്. കാശ്മീർ ഹിമാലയത്തിലെ പ്രധാന ഹിമാനികൾ ഏതൊക്കെയാണ്? സിയാച്ചിനും ബോൾട്ടോരോയുമാണ്. ഏതൊക്കെയാണ് പ്രധാന ഹിമാനികള്? കാശ്മീർ ഹിമാലയത്തിലെ സിയാച്ചിനും ബോൾട്ടോരോയുമാണ്. ചുരം. കാശ്മീർ ഹിമാലയത്തിലെ പ്രധാനപ്പെട്ട ചുരം പഠിച്ചു വെക്കണം. പീർപാഞ്ചൽ പർവ്വതനിരയ്ക്ക് കുറുകെയുള്ള ബനിഹാൽ ചുരമാണ്. ജമ്മു പ്രദേശത്തെ കാശ്മീർ താഴ്വരയുമായിട്ട് ബന്ധിപ്പിക്കുന്നത് ഈ ബനിഹാൽ ചുരമാണ്. ഇമ്പോർട്ടന്റ് ആണ്. ജമ്മു പ്രദേശത്തെ കാശ്മീർ താഴ്വരയുമായിട്ട് ബന്ധിപ്പിക്കുന്നത് ബനിഹാൽ ചുരമാണ്.
ഇതും PYQ ആണ്. ലോകത്തിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന യുദ്ധഭൂമി ഏതാണ്? സിയാച്ചിൻ ആണ്. ലോകത്തിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന യുദ്ധഭൂമി ഏതാണ്? സിയാച്ചിൻ ഹിമാനിയാണ്. PYQ ആണ്. ജമ്മു പ്രദേശത്തെ കാശ്മീരുമായിട്ട് ബന്ധിപ്പിക്കുന്ന ചുരം ഏതാണ്? ബനിഹാൽ ചുരമാണ്. അടുത്തത് കാശ്മീർ ഹിമാലയത്തിലെ പ്രധാന തടാകമാണേത്? ദാൽ തടാകം. ഈ തടാകത്തിന്റെ കരയിലാണ് ഏത്? ശ്രീനഗർ പട്ടണം സ്ഥിതി ചെയ്യുന്നത്. കാശ്മീരിലെ ഒരു പ്രധാനപ്പെട്ട വിനോദസഞ്ചാര വാണിജ്യ കേന്ദ്രം കൂടിയാണ് ഇത്. ദാൽ തടാകത്തിലെ ശിഖാര തോണികളും ഫ്ലോട്ടിംഗ് മാർക്കറ്റുകളും കാശ്മീർ ടൂറിസത്തിന്റെ മുഖമുദ്രകളാണ്. ഇവിടെ പിക്ചർ കൊടുത്തിട്ടുണ്ട്. പർവ്വത ചെരുവുകളിൽ വേനൽക്കാലങ്ങളിൽ രൂപപ്പെടുന്ന പുൽമേടുകളാണ് ഏത്? മർഗുകൾ. ശൈത്യകാലങ്ങളിൽ മഞ്ഞു മൂടപ്പെട്ട മർഗുകൾ സ്കീയിങ് പോലുള്ള മഞ്ഞുകാല വിനോദങ്ങൾക്കായിട്ട് ധാരാളം സഞ്ചാരികളെ ആകർഷിക്കുന്നുണ്ട്. സോൺമർഗും ഗുൽമർഗും ഒക്കെ ഇതില് ചിലതാണ്. കാശ്മീർ ഹിമാലയത്തെ പറ്റി അത്രയേ ഉള്ളൂ. ഇനി അടുത്തത് ഹിമാലയമാണ്. ഇമ്പോർട്ടന്റ് ആണ്. പ്രധാനമായിട്ടും ഹിമാചൽ പ്രദേശ് സംസ്ഥാനം ഉൾപ്പെടുത്തുന്ന ഹിമാലയ ഭാഗമാണേത്? ഹിമാലയം. ഈ പർവ്വത പ്രദേശത്തെ പ്രധാന നദികൾ ഏതൊക്കെയാണ്? ചിനാബ്, രവി, ബിയാസ് ആണ്. പ്രധാനപ്പെട്ട പർവ്വത നിരകൾ ഏതൊക്കെയാണ്? ധൗളാധറും പീർപാഞ്ചലുമാണ്. ഏതൊക്കെയാണ്? ധൗളാധർ, പീർപാഞ്ചൽ. ശുദ്ധജല തടാകങ്ങൾ ഏതൊക്കെയാണ്? ചന്ദ്രതാൽ, സൂരജ് താൽ. പഠിച്ചു വെക്കണം. ഹിമാലയത്തിലെ പ്രധാന ശുദ്ധജല തടാകമാണ് ചന്ദ്രതാലും സൂരജ് താലും. അടുത്തത് ഹിമാചൽ പ്രദേശിനെ ലഡാക്കുമായിട്ട് ബന്ധിപ്പിക്കുന്ന ചുരം ഏതാണ്? ഇമ്പോർട്ടന്റ് ആണ്, ചോദിച്ചതാണ്. ബാരാലാച്ല ചുരം. ഹിമാചൽ പ്രദേശിനെ ലഡാക്കുമായിട്ട് ബന്ധിപ്പിക്കുന്ന ചുരമാണ് ബാരാലാച്ല ചുരം. പിന്നെ കുളു താഴ്വരയെ ലാഹുൽ സ്പിതി എന്നീ താഴ്വരയുമായിട്ട് ബന്ധിപ്പിക്കുന്ന ചുരം ഏതാണ്? റോഹ്താങ് ചുരമാണ്. ഹിമാലയത്തിലെ പ്രധാന ചുരം ഏതൊക്കെയാണ്? ബാരാലാച്ല ചുരവും റോഹ്താങ് ചുരവും. ഹിമാചൽ പ്രദേശിനെ ലഡാക്കുമായിട്ട് ബന്ധിപ്പിക്കുന്നതാണ് ബാരാലാച്ല ചുരം. അതുപോലെ കുളു താഴ്വരയെ ലാഹുൽ സ്പിതി എന്നീ താഴ്വരയുമായിട്ട് ബന്ധിപ്പിക്കുന്നതാണ് ഏത്? റോഹ്താങ് ചുരം. നമ്മൾ കാശ്മീർ ഹിമാലയത്തിൽ ഒരെണ്ണം പറഞ്ഞായിരുന്നു. ഏതായിരുന്നു? ബനിഹാൽ ചുരം. ജമ്മു പ്രദേശത്തെ കാശ്മീർ താഴ്വരയുമായിട്ട് ബന്ധിപ്പിക്കുന്ന ചുരമാണ് ബനിഹാൽ ചുരം. അതുപോലെ കുളു, കാംഗ്ര, ലാഹുൽ തുടങ്ങിയ മനോഹരമായ താഴ്വരകളും സുഖവാസ കേന്ദ്രങ്ങളായിട്ടുള്ള, പഠിച്ചു വെക്കണം, ഷിംല, മണാലി ഇതൊക്കെ കാണപ്പെടുന്നത് പഠിച്ചു വെക്കണം. പിന്നെ ചൂട് നീരുറവകളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. PYQ ക്വസ്റ്റ്യൻ ആണ്. ഏതൊക്കെയാണ്? ഹിമാലയ ഭാഗങ്ങളിൽ ധാരാളം ചൂട് നീരുറവകൾ കാണാം. ഏതൊക്കെയാണ്? നുബ്ര താഴ്വര, മണികരൻ PYQ ആണ്. പിന്നെ ഏതാണ്? ഖീർ ഗംഗ. ഇത് പഠിച്ചു വെക്കുക. ഖീർ ഗംഗ. ഇതിൽ നിന്നാണ് ഭൗമ താപോർജ്ജം ഉപയോഗിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കും. ഇതും PYQ ആണ്. ഹിമാചൽ പ്രദേശിലാണ് മണികരൻ. ചോദിച്ചിട്ടുണ്ട്. മണികരൻ എവിടാന്ന് ചോദിച്ചിട്ടുണ്ട്. ഹിമാചൽ പ്രദേശിലാണ്. ഏതൊക്കെയാണ് ചൂട് നീരുറവകൾ? നുബ്ര താഴ്വര, മണികരൻ, ഖീർ ഗംഗ. അടുത്തത് ഇനി മൂന്നാമത്തേതാണ് ഉത്തരാഖണ്ഡ് ഹിമാലയം. സത്ലജ് നദി മുതൽ കാളി നദി വരെയുള്ള ഹിമാലയ പ്രദേശമാണ് ഉത്തരാഖണ്ഡ് ഹിമാലയം. ഇതിന്റെ പടിഞ്ഞാറ് ഭാഗം ഗഡ്വാൾ ഹിമാലയം എന്നും കിഴക്കൻ ഭാഗം കുമയൂൺ ഹിമാലയം എന്നും അറിയപ്പെടുന്നുണ്ട്. ഉത്തരാഖണ്ഡ് ഹിമാലയത്തിന്റെ പടിഞ്ഞാറ് ഭാഗം ഗഡ്വാൾ ഹിമാലയം എന്നും കിഴക്കൻ ഭാഗം കുമവൂൺ ഹിമാലയം എന്നും അറിയപ്പെടുന്നുണ്ട്. ഇമ്പോർട്ടന്റ് ആണ്. ഉത്തരാഖണ്ഡ് ഹിമാലയത്തിന്റെ പടിഞ്ഞാറൻ ഭാഗം അറിയപ്പെടുന്നത് ഗഡ്വാൾ ഹിമാലയം എന്നും കിഴക്കൻ ഭാഗം അറിയപ്പെടുന്നത് കുമവൂൺ ഹിമാലയം എന്നാണ്. ഉത്തരാഖണ്ഡ് ഹിമാലയത്തിലെ പ്രധാനപ്പെട്ട കൊടുമുടികൾ ഏതൊക്കെയാണ്? നന്ദാദേവി, കാമെറ്റ്, ബദരിനാഥ്, കേദാർനാഥ്. ഏതൊക്കെയാണ്? നന്ദാദേവി, കാമെറ്റ്, ബദരിനാഥ്, കേദാർനാഥ്. അതുപോലെ തന്നെ ഗംഗ, യമുന എന്നീ നദികളുടെ ഉത്ഭവസ്ഥാനമായ ഗംഗോത്രി, യമുനോത്രി തുടങ്ങിയ ഹിമാനികളും പിന്നെ നൈനിത്താല്, ഭീംതാല് തുടങ്ങിയ ശുദ്ധജല തടാകങ്ങളും എവിടെയാണ്? ഉത്തരാഖണ്ഡ് ഹിമാലയത്തിലാണ്. അതുപോലെ ഡൂണുകൾ ഉത്തരാഖണ്ഡ് സംസ്ഥാനത്തിലാണ്. ഡെറാഡൂൺ ഇതില് പ്രസിദ്ധമാണ്. ഡൂൺസ് കാണപ്പെടുന്നത് ഉത്തരാഖണ്ഡ് ഹിമാലയത്തിലാണ്. പിന്നെ വേനൽക്കാല പുൽമേടുകളാണ് ബുഗ്യാല്. വേനൽക്കാല പുൽമേടുകളാണ് ബുഗ്യാൽ എന്ന് അറിയപ്പെടുന്നത്. ദയാര ബുഗ്യാല്, ഗോർസോൺ ബുഗ്യാലൊക്കെ ഇതിന് എക്സാമ്പിൾ ആണ്. അടുത്ത ഇവിടെ ബോക്സില് ബുഗ്യാലും ആട്ടിടയന്മാരും പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്.
ഇത് ഒരു PYQ ക്വസ്റ്റ്യൻ ആണ്. ട്രാൻസ് ഹ്യൂമൻസ് എന്താന്ന് ചോദിച്ചായിരുന്നു. വളർത്തു മൃഗങ്ങളോടൊപ്പം താഴ്വാരങ്ങളിലേക്കും തിരികെ പർവ്വതങ്ങളിലെ പുൽമേടുകളിലേക്കുമുള്ള ഇടയന്മാരുടെ കാലിക ദേശാടനത്തെയാണ് ട്രാൻസ് ഹ്യൂമൻസ് എന്ന് വിളിക്കുന്നത്. പഠിച്ചു വെക്കുക, ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ നമ്മൾ പടിഞ്ഞാറൻ ഹിമാലയത്തിന്റെ കാര്യം മൊത്തം പഠിച്ചു. ഹിമാലയത്തെ ആദ്യം മൂന്നായിട്ട് തിരിച്ചിരുന്നു: പടിഞ്ഞാറൻ ഹിമാലയം, മധ്യ ഹിമാലയം, കിഴക്കൻ ഹിമാലയം എന്ന്. പടിഞ്ഞാറൻ ഹിമാലയത്തെ വീണ്ടും മൂന്നായിട്ട് തിരിച്ചു. അതാണ് നമ്മളിപ്പം പറഞ്ഞത്: കാശ്മീർ ഹിമാലയം, ഹിമാചൽ ഹിമാലയം, പിന്നെ ഉത്തരാഖണ്ഡ് ഹിമാലയം. അവിടുത്തെ സവിശേഷതകളെല്ലാം പറഞ്ഞു. ഒന്നുകൂടെ കേട്ട് ബൈഹാർട്ട് ചെയ്ത് നോക്കുക. PSC അതിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻ ചോദിക്കും. ഇനി അടുത്തത് മധ്യ ഹിമാലയമാണ്. മധ്യ ഹിമാലയത്തിന്റെ അതിരുകൾ എവിടെ നിന്നിട്ടാണ്? കാളി നദി മുതൽ ടീസ്റ്റ നദി വരെയാണ്. മധ്യ ഹിമാലയത്തെയാണ് നേപ്പാൾ ഹിമാലയം എന്നും അറിയപ്പെടുന്നു. PYQ ആണ്. മധ്യ ഹിമാലയത്തെ നേപ്പാൾ ഹിമാലയം എന്നും അറിയപ്പെടുന്നു. ഈ മേഖലയുടെ ഭൂരിഭാഗവും നേപ്പാളിലാണ്. അതുകൊണ്ടാണ്. മധ്യ ഹിമാലയത്തിന്റെ പടിഞ്ഞാറൻ സിക്കിം, ഡാർജിലിംഗ് പ്രദേശങ്ങൾ മാത്രമാണ് ഇന്ത്യയിൽ ഉൾപ്പെടുന്നത്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ്? മൗണ്ട് എവറസ്റ്റ് ആണ്. അതെവിടാണ്? നേപ്പാളിലാണ്. കാഞ്ചൻജംഗ പർവ്വതവും ഇന്ത്യ ചൈന അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്ന നാഥുല ചുരവും ഈ പ്രദേശത്താണ് സ്ഥിതി ചെയ്യുന്നത്. മധ്യ ഹിമാലയത്തിലാണ്. അതിര് പഠിക്കുക: കാളി നദി മുതൽ ടീസ്റ്റ നദി വരെയാണ്. മധ്യ ഹിമാലയത്തെ കുറിച്ച് അത്രയേ ഉള്ളൂ. ഇനി കിഴക്കൻ ഹിമാലയമാണ്. പടിഞ്ഞാറൻ ഹിമാലയത്തെ അപേക്ഷിച്ച് ഉയരം കുറഞ്ഞ മലനിരകളായ കിഴക്കൻ ഹിമാലയം. അതിന്റെ അതിര് ടീസ്റ്റ നദി തൊട്ട് ബ്രഹ്മപുത്ര നദി വരെ. ടീസ്റ്റ തൊട്ട് ബ്രഹ്മപുത്ര വരെയാണ്. കിഴക്കൻ ഹിമാലയത്തെ അസം ഹിമാലയം എന്നും അറിയപ്പെടുന്നു. പഠിച്ചു വെക്കുക: കിഴക്കൻ ഹിമാലയത്തെയാണ് അസം ഹിമാലയം എന്നും അറിയപ്പെടുന്നു. കിഴക്കൻ ഹിമാലയത്തിലെ പ്രധാന കൊടുമുടിയാണേത്? നംച പർവ. ഇതിന്റെ ഹൈറ്റ് ഇമ്പോർട്ടന്റ് ആണ്. പഠിച്ചു വെക്കുക, ചോദിക്കും ടെക്സ്റ്റിൽ ഉള്ളത് കൊണ്ട്. ഏതാണ്? എത്രയാണ്? 7756 മീറ്റർ. നംച പർവയുടെ ഉയരം എത്രയാണ്? 7756 മീറ്റർ ആണ്. പ്രധാന നദികൾ ഏതൊക്കെയാണ്? ബ്രഹ്മപുത്ര, കാമെങ്, ലോഹിത്, സുബൻസിരി. ബ്രഹ്മപുത്രയുടെ പോഷക നദികളാണ് അതൊക്കെ. അരുണാചൽ പ്രദേശിനെ ടിബറ്റിലെ ലാസയുമായിട്ട് ബന്ധിപ്പിക്കുന്ന ചുരം ഏതാണ്? ബോംഡിലയാണ്. ചുരങ്ങൾ ഇമ്പോർട്ടന്റ് ആണ്, പഠിക്കണം. അരുണാചൽ പ്രദേശിനെ ടിബറ്റിലെ ലാസയുമായിട്ട് ബന്ധിപ്പിക്കുന്ന ചുരം ഏതാണ്? ബോംഡിലയാണ്. മ്യാൻമറുമായിട്ട് ബന്ധിപ്പിക്കുന്ന ഏതാണ്? ദിഫു ആണ്. ബോംഡിലയും ദിഫും ഇമ്പോർട്ടന്റ് ആണ്, നോട്ട് ചെയ്ത് വെക്കുക. ഹിമാലയത്തിന്റെ കാര്യം കഴിഞ്ഞു. ഇനിയുള്ളത് പൂർവാഞ്ചലാണ്. പൂർവാചൽ കുന്നുകളാണ്. 500 മുതൽ 300 മീറ്റർ വരെയാണ് ഉയരം. പൂർവാചൽ കുന്നുകൾ എന്ന് അറിയപ്പെടുന്നു. പട്കായി ബും, നാഗ കുന്നുകള്, മീസോ കുന്നുകള്, മണിപ്പൂർ കുന്നുകൾ എന്നിവയാണ് ഇതിൽ പ്രധാനപ്പെട്ടത്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന ചിറാപൂഞ്ചി, മൗസിമ്രാം എന്നീ പ്രദേശങ്ങളും സ്ഥിതി ചെയ്യുന്ന എവിടാണ്? പൂർവാചൽ കുന്നുകളിലാണ്. അടുത്തത് കേബിൾ ലംജാവോ. PYQ ക്വസ്റ്റ്യൻ ആണ്. വടക്ക് കിഴക്കൻ ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമാണ് ഏത്? ശുദ്ധജല തടാകമായ ലോക്തക്കിലാണ് കേബിൾ ലംജാവോ ദേശീയോദ്യാനം. കേബിൾ ലംജാവോ ദേശീയോദ്യാനം ഏത് സംസ്ഥാനത്താണ്? മണിപ്പൂരിലാണ്. ലോക്തക് തടാകത്തിലാണ്. അത് പഠിച്ചു വെക്കുക, ഇമ്പോർട്ടന്റ് ആണ്. തടാകത്തിൽ പൊങ്ങിക്കിടക്കുന്ന സസ്യ അവശിഷ്ടങ്ങളും മണ്ണും ചേർന്ന് രൂപപ്പെടുന്ന തുരുത്താണ് പുംടി. അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. PSC ആയതുകൊണ്ട് ഇതൊക്കെ കയറി ചോദിക്കും. പുംടി. ഇവിടെ പിക്ചർ കൊടുത്തിട്ടുണ്ട്. ലോക്തക് തടാകത്തിലെ പുംടികൾ ഇതാണ്. പിന്നെ കാലാവസ്ഥയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. താരതമ്യേന ഉയരം കുറഞ്ഞ പർവ്വത ചെരുവുകളിലും സിവാലിക് മലയടിവാരങ്ങളിലും എങ്ങനെയാണ്? മിതോഷ്ണ കാലാവസ്ഥയാണ്. ഉയരം കൂടിയ പർവ്വത ഭാഗങ്ങളിൽ എങ്ങനെയാണ്? ശൈത്യ കാലാവസ്ഥയാണ്. ഉയർന്ന പർവ്വത ഭാഗങ്ങളിലും ലഡാക്ക് മേഖലയിലും ധ്രുവ സമാനമായിട്ടുള്ള തീവ്ര ശൈത്യകാലമാണ്. താഴെ സിവാലിക്കിലൊക്കെ എങ്ങനെയാണ്? മിതോഷ്ണ കാലാവസ്ഥയാണ്. ബാക്കി എല്ലായിടത്തും ശൈത്യ കാലാവസ്ഥയാണ്. അടുത്തത് ഹിമാലയൻ നദികളാണ്. ഏതൊക്കെയാണ്? സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര. സിന്ധുവിന്റെ ഉത്ഭവം എവിടാണ്? മാനസരോവർ തടാകത്തിനടുത്ത് ബോഗർജു ഹിമാനിയിൽ നിന്നാണ്. ഗംഗാ നദിയുടെ എവിടാണ്? ഗംഗോത്രി ഹിമാനിയിലെ ഗോമുഖിൽ നിന്നാണ്. പോഷക നദി ഏതൊക്കെയാണ്? യമുന, ഘാഘ്ര, ഖണ്ഡക്, കോസി. അടുത്ത ബ്രഹ്മപുത്രയാണ്. മാനസരോവർ തടാകത്തിനടുത്ത് ചെമയുങ്തും ഹിമാനിയിൽ നിന്നാണ് ബ്രഹ്മപുത്രയുടെ ഉത്ഭവം. പോഷക നദി ഏതൊക്കെയാണ്? ദിബാങ്, ലോഹിത്, മാനസ്.
അടുത്തത് മണ്ണിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ഹിമാലയ പർവ്വത പ്രദേശത്ത് പൊതുവായിട്ടും പർവ്വത മണ്ണും വനമണ്ണുമാണ് കാണപ്പെടുന്നത്. ജൈവാംശം കൂടുതലുള്ള മണ്ണാണ് ഏത്? പർവ്വത മണ്ണ്. ഇത് ആണ്. കരേവാസ് കാശ്മീർ താഴ്വരയിലെ ഹിമാനികൾ നിക്ഷേപിക്കുന്ന അവസാദങ്ങളാണ് കരേവാസ് എന്ന് പറയുന്നത്. നേർത്ത മണലും ജൈവാംശങ്ങളും നിറഞ്ഞ മണ്ണാണ് കരേവാസ്. കുങ്കുമപ്പൂ കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായതാണ് ഏത്? കരേവാസ്. ആണ്. കുങ്കുമ കൃഷിക്ക് അനുയോജ്യമായെന്ന് ചോദിച്ചിട്ടുണ്ട്. കരേവാസ് ആണ്. അടുത്തത് പ്രധാനപ്പെട്ട ദേശീയോദ്യാനങ്ങൾ പഠിച്ചു വെക്കണം. പടിഞ്ഞാറൻ ഹിമാലയത്തിലാണ് ഏതൊക്കെ? ഡച്ചിൻഗ്രാം. അത് ജമ്മു കാശ്മീരിലാണ്. എവിടാന്ന് പഠിക്കണം, PSC ചോദിക്കും. ഹെമിസ് ലഡാക്കിലാണ്. പൂക്കളുടെ താഴ്വര ഉത്തരാഖണ്ഡിലാണ്. കോർബറ്റ് ഉത്തരാഖണ്ഡിലാണ്. രാജാജി ദേശീയോദ്യാനം ഇമ്പോർട്ടന്റ് ആണ്. രാജാജി ദേശീയോദ്യാനം എവിടെയാണ്? ഉത്തരാഖണ്ഡിലാണ്. ഇനി കിഴക്കൻ ഹിമാലയത്തിൽ വരുന്നതാണ് എന്തൊക്കെയാണ്? കാഞ്ചൻജംഗ സിക്കിമിലാണ്. പിന്നെ ദിബ്രു സൈഖോവ അസമിലാണ്. കാസിരംഗയും അസമിലാണ്. മാനസ് എവിടാണ്? അസമിലാണ്. പിന്നെ കേബിൾ ലംജാവോ ആണ്. എവിടാണ്? മണിപ്പൂരിലാണ്. PSC ചോദിക്കാൻ ചാൻസ് ഉള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഈ ചാപ്റ്റർ ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് എടുത്തിട്ടുണ്ട്. 5 ചാപ്റ്റേഴ്സും. അതിന്റെ ലിങ്ക് ഐക്കാർട്ടിൽ കൊടുത്തേക്കാം, അല്ലെങ്കിൽ ഫസ്റ്റ് കമന്റ് ആയിട്ട് പിൻ ചെയ്ത് വെച്ചേക്കാം. മെമ്പർഷിപ്പ് എടുക്കുന്നവർക്ക് കാണാം. 59 രൂപയാണ് SCERT ടെക്സ്റ്റ് ബുക്കിലെ എല്ലാ ചാപ്റ്റേഴ്സും കാണാൻ വേണ്ടി. നമ്മൾ കമ്പനി ബോർഡ് LGSന് വേണ്ടി സിലബസ് വൈസ് എല്ലാ ചാപ്റ്റേഴ്സും ചെയ്തിട്ടിട്ടുണ്ട്. 59 രൂപയേ ഉള്ളൂ. എല്ലാവരും എക്സാമിന് മുന്നേ ആ വീഡിയോ കാണാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു സെക്കൻഡ് സമയത്തില് ഒരു നിശ്ചിത സ്ഥാനം കടന്നു പോകുന്ന തിരമാലകളുടെ എണ്ണമാണ് എന്ത്? തിര ആവൃത്തി എന്ന് പറയുന്നത്. ഒരു സെക്കൻഡ് സമയത്തില് ഒരു നിശ്ചിത സ്ഥാനം കടന്നു പോകുന്ന തിരമാലകളുടെ എണ്ണമാണ് എന്ത്? തിര ആവർത്തി. ഓപ്ഷനിലേയും പഠിച്ചു വെക്കണം, ഇമ്പോർട്ടന്റ് ആണ്. നമുക്ക് നോക്കാം. അടുത്ത എക്സാമിന് അതൊക്കെ ആയിരിക്കും ചോദിക്കുന്നത്. അടുത്തത് തിരാകാലമാണ്. അതായത് ഒരു പൂർണ്ണ തരംഗം ഒരു നിശ്ചിത ബിന്ദു കടന്നു പോകാൻ എടുക്കുന്ന ആകെ സമയമാണ് എന്ത്? തിരാകാലം എന്ന് പറയുന്നത്. അടുത്തത് തിരാദൈർഘ്യമാണ്. അതായത് ഒരു തരംഗത്തിന്റെ തൊട്ടടുത്തുള്ള 2 മുകൾ ഭാഗങ്ങൾ തമ്മിലോ അല്ലെങ്കിൽ 2 താഴ്ഭാഗങ്ങൾ തമ്മിലോ ഉള്ള ദൂരമാണ് എന്ത്? തിരാദൈർഘ്യം എന്ന് പറയുന്നത്. പിന്നെ തിര ആയതി, ഒരു തരംഗം അതിന്റെ സാധാരണ അവസ്ഥയിൽ നിന്നും എത്രത്തോളം ഉയരത്തിലേക്കോ താഴ്ചയിലേക്കോ പോകുന്നു എന്നതിന്റെ അളവാണ് എന്ത്? തിര ആയതി എന്ന് പറയുന്നത്. തരംഗത്തിന്റെ ആകെ ഉയരം. ഇതൊക്കെ നമ്മുടെ NCERT ഉള്ളതാണ്. പഠിച്ചു വെക്കുക, ഇമ്പോർട്ടന്റ് ആണ്. എന്തൊക്കെയാണ് ടേംസ് എന്ന്. അടുത്തത് താഴെ പറയുന്നവയിൽ ഉപദ്വീപീയ പീഠഭൂമിയായിട്ട് ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. 3ഉം ശരിയാണ്. ഇതും വന്നിരിക്കുന്ന NCERT ടെക്സ്റ്റ് ബുക്കിൽ നിന്നാണ്. ഉപദ്വീപീയ പീഠഭൂമിയുടെ ചരിവ് പടിഞ്ഞാറ് നിന്നും കിഴക്കോട്ട് കുറഞ്ഞാണ് വരുന്നത്. പിന്നെ ഉപദ്വീപീയ പീഠഭൂമിയുടെ വടക്ക് കിഴക്കൻ തുടർച്ചയാണ് ഏത്? ഷില്ലോങ് പീഠഭൂമി. ഉപദ്വീപീയ പീഠഭൂമിയുടെ പടിഞ്ഞാറ് അതിർത്തി ഗിർ മലനിരകളാണ്. ഇത് NCERT ടെക്സ്റ്റ് ബുക്കിലുള്ള പോയിന്റ് ആണ്. ഇന്ത്യ ഭൗമ പരിസ്ഥിതി എന്ന് പറഞ്ഞൊരു ടെക്സ്റ്റ് ബുക്ക് ഉണ്ട്. അതിലെ എല്ലാ ചാപ്റ്ററും ഇമ്പോർട്ടന്റ് ആണ്. അതിന്റെ PDF ടെലഗ്രാം ചാനലിൽ ഇട്ടേക്കാം. ഇവിടെ ക്ലിയർ ആയിട്ട് നമ്മളിപ്പോ പറഞ്ഞ പോയിന്റ് എല്ലാം പറയുന്നുണ്ട്. ഉപദ്വീപീയ പീഠഭൂമിയുടെ പടിഞ്ഞാറൻ അരിക് ഗിർ മലനിരയാണ്. പിന്നെ തെക്ക് ഏലമലയാണ്. അതും ഒന്ന് പഠിച്ചു വെക്കണം. അടുത്തതിനെ അങ്ങനെ ആയിരിക്കും ചോദിക്കുന്നത്. കിഴക്കേ അതിരേതാണ്? രാജ്മഹൽ കുന്നാണ്. ഉപദ്വീപീയ പീഠഭൂമിയുടെ കാര്യമാണ്. അപ്പം കിഴക്ക് അതിർത്തി രാജ്മഹൽ കുന്നാണ്. പിന്നെ പടിഞ്ഞാറ് ഗിർ മലനിര, തെക്ക് ഏലമലകൾ. പിന്നെ അടുത്ത പോയിന്റ് ആയിരുന്നു ഷില്ലോങ്. പിന്നെ വേറൊന്നും കൂടെ തന്നിട്ടുണ്ട്, കർബി ആങ്ലോങ് പീഠഭൂമി എന്നിവ ഉപദ്വീപീയ പീഠഭൂമിയുടെ ഒരു വടക്ക് കിഴക്കേ തുടർച്ചയായിട്ട് കാണപ്പെടുന്നുണ്ട്. പിന്നെ പോയിന്റ് ഏതായിരുന്നു? പടിഞ്ഞാറ് നിന്നും കിഴക്കോട്ട് ഉപദ്വീപീയ പീഠഭൂമിയുടെ ഉയരം കുറഞ്ഞാണ് വരുന്നത്. നദീസമതലങ്ങളിൽ നിന്നും 150 മീറ്റർ മുതൽ 600 to 900 മീറ്റർ വരെ ഉയരത്തിലാണ് ഉപദ്വീപീയ പീഠഭൂമി. ക്രമരഹിതമായ ത്രികോണ ആകൃതി. ഈ ഉപദ്വീപീയ പീഠഭൂമിയുടെ ആകൃതി PSC ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നതാണ്. ത്രികോണ ആകൃതിയാണ്. വടക്ക് പടിഞ്ഞാറ് ഡൽഹി
മലനിരയാണ്. അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. വടക്ക് പടിഞ്ഞാറ് ഡൽഹി മലനിരയാണ്. കിഴക്ക് രാജ്മഹൽ കുന്നാണ്. പടിഞ്ഞാറ് ഗിർ മലനിരയാണ്. തെക്ക് ഏലമലയാണ്. പഠിച്ചു വെക്കുക, ഇമ്പോർട്ടന്റ് ആണ്. ടെക്സ്റ്റിന്റെ PDF ടെലഗ്രാം ചാനലിൽ ഇട്ടേക്കാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. നമ്മളിപ്പം പറഞ്ഞ പോയിന്റ് ആണ്. നദീസമതലങ്ങളിൽ നിന്നും എത്ര മീറ്റർ ഉയരം വരെയാണ് ഉപദ്വീപീയ പീഠഭൂമി സ്ഥിതി ചെയ്യുന്നത്? നമ്മളിപ്പോ പറഞ്ഞ കാര്യമാണ്. എത്രയാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്. 150 മീറ്റർ മുതൽ 600 to 900 മീറ്റർ വരെയാണ്. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചാപ്റ്റർ ആണ്, പഠിക്കാതെ പോകല്ലേ. അടുത്ത ക്വസ്റ്റ്യൻ, ചെറിയ നദികളുടെ വൃഷ്ടി പ്രദേശങ്ങൾ നീർത്തടങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത്. ചെറിയ നദികളുടെ വൃഷ്ടി പ്രദേശങ്ങൾ നീർത്തടങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത്. ഇതിപ്പം നമ്മൾ പറഞ്ഞ പുതിയ SCERT 9ാം ക്ലാസ്സിലെ ചാപ്റ്ററിൽ ഈ നീർത്തടങ്ങളെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. എക്സാമിന് മുന്നേ ആ ചാപ്റ്റേഴ്സ് ഒക്കെ വായിച്ചിട്ട് പോയാൽ നന്നായിരിക്കും. അടുത്തത്, ഉയരം കൂടുന്നതിനനുസരിച്ച് അന്തരീക്ഷ ഊഷ്മാവ് കൂടി വരുന്ന അവസ്ഥ എന്താണ് അറിയപ്പെടുന്നത്? താപവിപര്യം. താപവിപര്യം എന്നാണ് അറിയപ്പെടുന്നത്. ഉയരം കൂടുന്നതിനനുസരിച്ച് അന്തരീക്ഷ ഊഷ്മാവ് കൂടി വരുന്ന അവസ്ഥയാണ് താപവിപര്യം. അടുത്തത്, ഗൾഫ് സ്ട്രീം. ഗൾഫ് സ്ട്രീം താഴെ പറയുന്നവയിൽ ഏത് സമുദ്രത്തിലെ ചൂടുള്ള സമുദ്ര പ്രവാഹമാണ്? അറ്റ്ലാന്റിക് സമുദ്രത്തിലെയാണ്. സമുദ്രജല പ്രവാഹം ഇമ്പോർട്ടന്റ് ആണ്, PSC റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നതാണ്. സമുദ്രജല പ്രവാഹത്തെ കുറിച്ച് പഴയ SCERT 9ാം ക്ലാസ്സിലെ ചാപ്റ്റർ ആണ് ഞാൻ എടുത്തേക്കുന്നത്. സമുദ്രവും മനുഷ്യനും എന്നാണ് ചാപ്റ്ററിന്റെ പേര്. ഇതിൽ പറയുന്നുണ്ട് എന്താണ് സമുദ്രജല പ്രവാഹങ്ങൾ എന്ന് പറയുന്നത്. അതായത് ഒരു ദിശയിൽ നിന്ന് മറ്റൊരു ദിശയിലേക്കുള്ള സമുദ്രജലത്തിന്റെ തുടർച്ചയായിട്ടുള്ള പ്രവാഹമാണ് എന്ത്? സമുദ്രജല പ്രവാഹം. ഉഷ്ണജല പ്രവാഹങ്ങൾ എന്നും ശീതജല പ്രവാഹങ്ങൾ എന്നും പ്രവാഹങ്ങൾ 2 തരത്തിലുണ്ട്. ഉഷ്ണമേഖലയിൽ നിന്നോ ഉപോഷ്ണ മേഖലയിൽ നിന്നോ സഞ്ചരിച്ച് ധ്രുവീയ ഉപദ്വീപീയ മേഖലകളിലേക്ക് ഒഴുകുന്ന സമുദ്രജല പ്രവാഹങ്ങളാണ് എന്ത്? ഉഷ്ണജല പ്രവാഹങ്ങൾ. നമ്മൾ ഉപോഷ്ണ മേഖലയും ധ്രുവീയ ഉച്ചമർദ്ദ മേഖലയൊക്കെ എന്താന്ന് പറഞ്ഞതാണ്. അതുപോലെ നേരെ തിരിച്ച് ഈ ധ്രുവീയ ഉപദ്രുവീയ മേഖലകളിൽ നിന്ന് ഉഷ്ണമേഖലയിലേക്കോ ഉപോഷ്ണ മേഖലയിലേക്കോ ഒഴുകിയെത്തുന്ന സമുദ്രജല പ്രവാഹങ്ങളാണ് ശീതജല പ്രവാഹങ്ങൾ എന്ന് പറയുന്നത്. പസഫിക് സമുദ്രത്തിലെ ജലപ്രവാഹങ്ങൾ ഏതൊക്കെയാന്ന് പഠിച്ചു വെക്കണം, ഇമ്പോർട്ടന്റ് ആണ്, PSC ചോദിക്കുന്നതാണ്. ഏതൊക്കെയാണ്? ഒയാഷിയോ, കുറോഷിയോ. കുറോഷിയോ ഒക്കെ റിപ്പീറ്റഡ് PYQ ആണ്. പിന്നെ ബ്രിട്ടീഷ് കൊളംബിയൻ പ്രവാഹം, ഉത്തര പസഫിക് പ്രവാഹം, പിന്നെ കാലിഫോർണിയ പ്രവാഹം, ഉത്തര മധ്യരേഖ പ്രവാഹം, മധ്യരേഖ പ്രതിപ്രവാഹം, ദക്ഷിണ മധ്യരേഖ പ്രവാഹം, പിന്നെ പെറു അല്ലെങ്കിൽ ഹംബോൾട്ട് പ്രവാഹം. ഇങ്ങനെ പേരൊക്കെ ഉള്ളതാണ് PSCക്ക് ഇഷ്ടം. പിന്നെ പൂർവ്വ ആസ്ട്രേലിയൻ പ്രവാഹം ഒക്കെ ഉണ്ട്. അപ്പൊ നോട്ട് ചെയ്ത് വെക്കേണ്ടത് കുറേഷ്യോ, പിന്നെ ഒയാഷിയോ, അതുപോലെ പെറു അല്ലെങ്കിൽ ഹംബോൾട്ട് പ്രവാഹം. ഇതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക, ഇമ്പോർട്ടന്റ് ആണ്. ഇനി അടുത്തത് അറ്റ്ലാന്റിക് സമുദ്രത്തിലെയാണ്. റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നതാണ് ലാബ്രഡോർ പ്രവാഹം. റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നതാണ് ഏത്? ലാബ്രഡോർ പ്രവാഹം. പിന്നെ ഗൾഫ് സ്ട്രീമും ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ ക്യാനറീസും ഇമ്പോർട്ടന്റ് ആണ്. പിന്നുള്ളതാണ് ഉത്തര അറ്റ്ലാന്റിക് പ്രവാഹം, പിന്നെ ഫ്ലോറിഡ പ്രവാഹം, ബ്രസീൽ പ്രവാഹം ഒക്കെ ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ ബെൻഗ്വാലയൊക്കെ പഠിച്ചു വെക്കുക, ഇമ്പോർട്ടന്റ് ആണ്. ലാബ്രഡോർ ആണ് കൂടുതലും ചോദിച്ചേക്കുന്നത്, ഗൾഫ് സ്ട്രീം ഒക്കെ. ഇനി ഇന്ത്യൻ മഹാസമുദ്രത്തിലെയാണ്. അത് ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക. ഇന്ത്യൻ മഹാസമുദ്രത്തിലായുണ്ട്. ഏതൊക്കെയാണ്? മൊസാംബിക്, അഗുൽഹാസ് ഒക്കെ ചോദിക്കുന്നതാണ്. പിന്നുള്ളത് ദക്ഷിണ മധ്യരേഖ പ്രവാഹം, തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ പ്രവാഹം, പശ്ചിമ ഓസ്ട്രേലിയൻ പ്രവാഹം. മൊസാംബിക്കും അഗുൽഹാസും നോട്ട് ചെയ്ത് വെക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ഏറ്റവും ചെറിയ സ്കെയിലിൽ വരച്ചിരിക്കുന്ന ഭൂപടങ്ങൾ ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ ഡി ആണ്, അറ്റ്ലസുകളാണ്. കഡസ്ട്രൽ ഭൂപടം വരുന്നത് വലിയ സ്കെയിൽ ഭൂപടങ്ങളിലാണ്. വില്ലേജ് ഓഫീസുകളിലും അതുപോലെ രജിസ്ട്രേഷൻ ഓഫീസുകളിലൊക്കെ കാണുന്ന ഭൂമിയുടെ അതിര് അടയാളപ്പെടുത്തുന്ന മാപ്പാണ് കഡസ്ട്രൽ ഭൂപടം. ടോപ്പോ ഷീറ്റ് എന്ന് പറയുന്നത് അതും വലിയ സ്കെയിൽ ഭൂപടങ്ങളിൽ വരുന്നതാണ്. കഡസ്ട്രൽ ഭൂപടങ്ങളെക്കാൾ അല്പം കൂടി വലിയ പ്രദേശങ്ങൾ കാണിക്കാൻ ഉപയോഗിക്കുന്നതാണ് ടോപ്പോ ഷീറ്റുകൾ. പിന്നെ ചുവർ ഭൂപടങ്ങൾ, അത് ചെറിയ സ്കെയിൽ ഭൂപടങ്ങൾക്ക്
എക്സാമ്പിൾ ആണ്. ക്ലാസ് റൂമുകളിലും ഓഫീസുകളിലും ഒക്കെ ചുവരുകളിൽ തൂക്കി ഇടാൻ വേണ്ടി ഉപയോഗിക്കുന്ന വലിയ മാപ്പാണ് ചുവർ ഭൂപടങ്ങൾ. തന്നിരിക്കുന്നതിൽ ഏറ്റവും ചെറിയ സ്കെയിലിൽ വരച്ചിരിക്കുന്ന ഭൂപടം ഏതാണ്? അറ്റ്ലസുകളാണ്. അടുത്തത് താഴെ പറയുന്നവയിൽ ഏതാണ് ഒരു ഉപദ്വീപീയ നദി എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? ഗോദാവരിയാണ്. നമ്മൾ ഉപദ്വീപീയ നദിയൊക്കെ പറഞ്ഞാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ബയോസ്ഫിയർ റിസർവ് ഏതാണ്? ഗ്രേറ്റ് റാൻ ഓഫ് കച്ച് ആണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ബയോസ്ഫിയർ റിസർവ് ഏതാണ്? ഗ്രേറ്റ് റാൻ ഓഫ് കച്ച് ആണ്. അടുത്തത് ടീസ്റ്റ മുതൽ ബ്രഹ്മപുത്ര നദികൾ വരെയുള്ള ഹിമാലയൻ ശ്രേണികൾ അറിയപ്പെടുന്നത് എങ്ങനെയാണ്? നേപ്പാൾ ഹിമാലയം എന്നാണ്. ഇതും NCERT ഉള്ളതാണ്. അതുപോലെ SCERT ടെക്സ്റ്റ് ബുക്കിൽ ഉള്ളതാണ്. അടുത്തത് എൽനിനോയെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്താണ്. ആൻസർ ഓപ്ഷൻ ഡി ആണ്. ഇതിൽ രണ്ടും ശരിയല്ല. അടുത്തത് റിമോട്ട് സെൻസിങ്ങിൽ സ്വാത്തിന്റെ ഒരു വശത്ത് നിന്ന് മറുവശത്തേക്ക് വരുന്ന വരികളിലൂടെ ഭൂമിയെ സ്കാൻ ചെയ്യുന്ന സ്കാനറുകളെ വിളിക്കുന്നത് എന്താണ്? ഒപ്റ്റിക്കൽ ഡിറ്റക്ടർ. അടുത്തത് ഒരു മരത്തിന്റെ ശാഖകൾക്ക് സമാനമായ രൂപത്തിലുള്ള ജല നിർഗമന സംവിധാനം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഡെൻഡ്രിറ്റിക്സ് എന്നാണ്. അടുത്തത് ഹിമാലയൻ നദികളെ സംബന്ധിച്ച് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവയാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ എ ആണ്. 1ഉം 2ഉം ശരിയാണ്. ഹിമാനികളിലെ ഉരുകലും മഴയും കാരണം ഇവ സ്ഥിര പ്രവാഹ നദികളാണ്. ഇവയുടെ താഴ്ന്ന ഭാഗങ്ങളിലെ വിശാലമായിട്ടുള്ള പ്രളയ സമതലങ്ങൾ രൂപപ്പെടുന്നു. ഇത് തെറ്റാണ്. നീളം ഉപദ്വീപീയ നദികളെക്കാൾ കുറവാണെന്നാണ് കൊടുത്തിരിക്കുന്നത്. അടുത്തത് ജാർഖണ്ഡിലെ ജാരിയ പ്രധാനമായിട്ടും എന്തിനാണ് പ്രസിദ്ധം? ഉയർന്ന നിലവാരത്തിലുള്ള കോക്കിംഗ് കൽക്കരി. അടുത്ത താഴെ പറയുന്നവയിൽ ഛോട്ടാ നാഗ്പൂർ പീഠഭൂമിയുടെ ഭാഗമായ ഉപപീഠഭൂമി ഏതാണ്? ഹസാരിബാഗ് പീഠഭൂമിയാണ്. ഛോട്ടാ നാഗ്പൂർ പീഠഭൂമിയുടെ ഭാഗമായ ഉപപീഠഭൂമി ഏതാണ്? ഹസാരിബാഗ് പീഠഭൂമിയാണ്. അടുത്തത് മുംബൈ ട്രാൻസ് ഹാർബർ ലിങ്ക് സംബന്ധിച്ച് താഴെ കൊടുത്തിട്ടുള്ള പ്രസ്താവനകളിൽ ശരിയായവയാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ എ ആണ്. 1ഉം 2ഉമാണ്. ഇന്ത്യയിലെ ഏറ്റവും ദൈർഘ്യമേറിയ കടൽപ്പാലമാണ്. കൂടാതെ അടൽ ബിഹാരി വാജ്പേയിയുടെ പേരിലാണ് ഔദ്യോഗികമായിട്ട് നാമകരണം ചെയ്തിരിക്കുന്നത്. ഇത് മുംബൈയിലെ സേവ്രിയെ നവി മുംബൈയിലെ നവശേവയുമായിട്ട് ബന്ധിപ്പിക്കുന്നു. പഠിച്ചു വെക്കുക. മുംബൈ ട്രാൻസ് ഹാർബർ ലിങ്ക് ആണ്. അടുത്തത് ഉത്തരേന്ത്യയിൽ ഖാരിഫ് കാലത്തും ദക്ഷിണേന്ത്യയിൽ റാബി കാലത്തും കൃഷി ചെയ്യുന്ന വിള ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്. നിലക്കടലയാണ്. അടുത്തത് ഭൂമിയുടെ വൻകര ഭൂവൽക്കത്തിന്റെ ശരാശരി സാന്ദ്രത എത്രയാണ്? 2.7 ഗ്രാം ഘന സെന്റിമീറ്റർ ആണ്. ഇതൊക്കെ NCERT ഉള്ളതാണ്. അടുത്തത് ഹിമാലയ പർവ്വത നിരകൾക്കിടയിലെ ഇന്ത്യൻ ഫലകാതിര് ചുവടെ തന്നിട്ടുള്ളവയിൽ ഏത് തരമാണ്? ഇതും NCERT ഉള്ളതാണ്. നമ്മൾ ഏത് ടെക്സ്റ്റിൽ നിന്നാണ് ഏത് ചാപ്റ്റർ എന്നൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. വൻകര സംയോജനം. അതുപോലെ അകാല്, ത്രികാല്, ജൽകാല് എന്നീ പദങ്ങൾ ഏത് പ്രകൃതി ദുരന്തവുമായിട്ട് ബന്ധപ്പെട്ടാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്. വരൾച്ചയാണ്. ഇതും NCERT ഉള്ളതാണ്. അടുത്ത ക്വസ്റ്റ്യൻ ചുവടെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവയാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ ഡി ആണ്. 1ഉം 2ഉം ശരിയാണ്. ഏഷ്യ ഭൂഖണ്ഡത്തിന്റെ തെക്ക് മധ്യഭാഗത്തായിട്ടാണ് ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത്. അത് ശരിയാണ്. പിന്നെ ഇന്ത്യയുടെ വടക്കേ അറ്റത്തെ സംസ്ഥാനം ഏതാണ്? ഹിമാചൽ പ്രദേശാണ്. അടുത്തത് ചുവടെ തന്നിരിക്കുന്ന നദികളിൽ അറബിക്കടലിൽ പതിക്കുന്നവ ഏതാണ്? സിന്ധു ആണ്. ബാക്കിയെല്ലാം ബ്രഹ്മപുത്രയാണ്. ഇന്ത്യയുടെ മാനക രേഖാംശം എത്രയാണ്? 82 ഡിഗ്രി ഈസ്റ്റ് ആണ്. ഇതൊക്കെ NCERT ടെക്സ്റ്റ് ബുക്കിൽ ഉള്ളതാണ്. അടുത്ത ക്വസ്റ്റ്യൻ 1911 ഇന്ത്യയുടെ വ്യോമ ഗതാഗതം ആരംഭിച്ചത് എവിടെയായിരുന്നു? ആൻസർ ഓപ്ഷൻ എ ആണ്. അലഹബാദ് മുതൽ നൈനി വരെയാണ്. ഇത് നമ്മുടെ പുതിയ SCERT ക്വസ്റ്റ്യൻ ആണ്. ഈ ചാപ്റ്റർ നിങ്ങൾ പഠിക്കണം. ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി അടുത്ത് വരുന്ന എക്സാമിന് ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഉറപ്പായിട്ടും ഉണ്ടായിരിക്കും. അടുത്ത ക്വസ്റ്റ്യനും കൂടെ നോക്കിയിട്ട് നമുക്ക് ആ ചാപ്റ്റർ നോക്കാം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വ്യാപിച്ചു കിടക്കുന്ന മണ്ണിനം ഏതാണ്? എക്കൽ മണ്ണാണ്. ആദ്യം ഈ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്ന ചാപ്റ്റർ നോക്കാം. 1911 ഇന്ത്യയുടെ വ്യോമഗതാഗതം ആരംഭിച്ചത് എവിടെയായിരുന്നു? അലഹബാദ് മുതൽ
9 വരെയാണ്. പുതിയ SCERT 5ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ പാർട്ട് 2ലെ ചാപ്റ്ററാണ്. 7ാമത്തെ ചാപ്റ്ററാണ് ഗതാഗത ആശയവിനിമയ സംവിധാനങ്ങൾ എന്നാണ് ചാപ്റ്ററിന്റെ പേര്. ഇവിടെ ബോക്സിൽ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട് 1911 അലഹബാദിൽ നിന്ന് 10 കിലോമീറ്റർ മാത്രം അകലെയുള്ള നൈനിയിലേക്ക് കത്തുകൾ വഹിച്ചുകൊണ്ടുള്ള വിമാനം പറന്നുയർന്ന ഇതാണ് എക്സാമിന് വന്നത്. ഇനി നമുക്ക് ഈ ചാപ്റ്റർ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. 7ാമത്തെ ചാപ്റ്ററാണ് ഗതാഗത ആശയവിനിമയ സംവിധാനങ്ങൾ എന്നാണ് ചാപ്റ്ററിന്റെ പേര്. ഇവിടെ വാഹനത്തെ കുറിച്ച് ഒരു ഡെഫിനേഷൻ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് വായിക്കാം. വഹിച്ചു കൊണ്ടുപോകുന്ന ഉപകരണം എന്നാണ് വാഹനം എന്ന പദത്തിന്റെ അർത്ഥം. മലയാളത്തിലൊക്കെ വേണേൽ കയറി ചോദിക്കാം. വാഹനം എന്ന് പറയുന്നതിന്റെ അർത്ഥം എങ്ങനെയാണ്? വഹിച്ചു കൊണ്ടുപോകുന്ന ഉപകരണം. അടുത്ത ഇവിടെ ഒരു ബോക്സിൽ കൊടുത്തിട്ടുണ്ട് 1976 സ്വിറ്റ്സർലൻഡിലെ സൂറിച്ച് തടാകത്തിന്റെ തീരത്ത് നിന്ന് കണ്ടെത്തിയ ഏകദേശം 4500 അധികം വർഷം പഴക്കമുള്ള ചക്രത്തിന്റെ ഭാഗങ്ങളാണ് ചിത്രത്തിൽ കൊടുത്തിരിക്കുന്നത്. മേപ്പിൾ മരപ്പലകൾ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഈ ചക്രത്തിന്റെ ഭാഗം സ്വിസ് നാഷണൽ മ്യൂസിയത്തിൽ സൂക്ഷിച്ചിരിക്കുന്നത്. ജസ്റ്റ് ഒന്ന് വായിച്ചു വെച്ചാൽ മതി. അടുത്ത ഇവിടെ മെസപ്പൊട്ടോമിയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഏകദേശം 5000 വർഷങ്ങൾക്ക് മുമ്പ് മെസപ്പൊട്ടോമിയക്കാര് ചക്രങ്ങൾ നിർമ്മിച്ചതായിട്ട് കരുതപ്പെടുന്നു. അവരുടെ ചക്രങ്ങൾ കട്ടിയുള്ള 3 കഷണം പലകകൾ ചേർത്ത് വെച്ച് തോൽപ്പട്ടയിൽ ചെമ്പാണി തറച്ച തരത്തിൽ ആയിരുന്നു. പിന്നീട് ഈജിപ്തുകാരും റോമാക്കാരും ചക്രങ്ങളെ കൂടുതൽ മെച്ചപ്പെടുത്തി. ഇന്നത്തെ ഇറാഖ് ഉൾപ്പെടുന്ന പ്രദേശത്താണ് മെസപ്പൊട്ടോമിയൻ സംസ്കാരം വളർന്നത്. അതൊന്ന് പഠിച്ചു നോക്കുക. മെസപ്പൊട്ടോമിയൻ സംസ്കാരം വളർന്നത് ഇന്നത്തെ ഇറാഖ് ഉൾപ്പെടുന്ന പ്രദേശമാണ്. ചോദിക്കാൻ പറ്റിയ ക്വസ്റ്റ്യൻ ആണ്. പിന്നെ യൂഫ്രട്ടീസ് ടൈഗ്രീസ് എന്നീ നദികൾക്കിടയിലാണ് ഈ പ്രദേശം. ഈ പ്രദേശം ഏത് നദികൾക്കിടയിലാണ്? യൂഫ്രട്ടീസ്, ടൈഗ്രീസ്. നദികളുടെ പേര് പഠിച്ചു നോക്കുക. യൂഫ്രട്ടീസ്, ടൈഗ്രീസ്. 2 നദികൾക്കിടയിലുള്ള പ്രദേശം എന്നാണ് മെസപ്പൊട്ടോമിയയുടെ വാക്കിന്റെ അർത്ഥം. മെസപ്പൊട്ടോമിയ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? 2 നദികൾക്കിടയിലുള്ള പ്രദേശം. പഠിച്ചു നോക്കുക. ഇന്നത്തെ ഇറാഖ് ഉൾപ്പെടുന്ന പ്രദേശത്താണ് മെസപ്പൊട്ടേമിയൻ സംസ്കാരം വളർന്നത്. യൂഫ്രട്ടീസ്, ടൈഗ്രീസ് നദികൾക്കിടയിലാണ്. അതുകൊണ്ട് മെസപ്പൊട്ടോമിയ എന്ന വാക്കിനർത്ഥം 2 നദികൾക്കിടയിലുള്ള പ്രദേശം എന്നാണ്. പിന്നെ ഇവിടെ ഗതാഗത മാർഗങ്ങൾ കൊടുത്തിട്ടുണ്ട്. എങ്ങനെയൊക്കെയാണ്? കരഗതാഗതം, ജലഗതാഗതം. നമ്മൾ ഉപയോഗിക്കുന്ന പ്രധാന ഗതാഗത മാർഗങ്ങളാണ്, അറിയുന്ന കാര്യമാണ്. റോഡ് ഗതാഗതം, കരഗതാഗതത്തിൽ വരുന്നതാണ് റോഡ് ഗതാഗതവും റെയിൽ ഗതാഗതം. ജലഗതാഗതത്തിൽ വരുന്നതാണ് ഉൾനാടൻ ഗതാഗതം, പിന്നെ കടൽ സമുദ്ര ഗതാഗതം. വ്യോമയാന ഗതാഗതത്തിൽ വരുന്നതാണ് ദേശീയ വ്യോമ ഗതാഗതം, അതുപോലെ അന്തർദേശീയ വ്യോമ ഗതാഗതം ഒക്കെ. അടുത്ത ഇവിടെ മക് ആദം റോഡുകളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇമ്പോർട്ടന്റ് ആണ്. 1820 സ്കോട്ടിഷ് എഞ്ചിനീയർ ആയിട്ടുള്ള JL മക് ആദമാണ് ആധുനിക രീതിയിലുള്ള റോഡ് നിർമ്മാണത്തിന് തുടക്കമിട്ടത്. ആരാണ്? JL മക് ആദം. കരിങ്കൽ കഷ്ണങ്ങൾ നിരത്തി റോഡ് റോളർ മെഷീനുകൾ ഉപയോഗിച്ച് നിർമ്മിക്കുന്ന ഇത്തരം റോഡുകൾ മക് ആദം റോഡുകൾ എന്നാണ് അറിയപ്പെടുന്നത്. ആരാണ് തുടക്കമിട്ടത്? JL മക് ആദം. പേര് പഠിച്ചു വെക്കുക, ഇമ്പോർട്ടന്റ് ആണ്. നമ്മുടെ രാജ്യത്ത് ഗ്രാമീണ പാതകള്, സംസ്ഥാന പാതകള്, ദേശീയ പാതകൾ, എക്സ്പ്രസ് ഹൈവേകള് എന്നിങ്ങനെ ബൃഹത്തായ റോഡ് ശൃംഖലകൾ നിലവിലുണ്ട്. ലോകത്തിലെ 2ാമത്തെ വലിയ റോഡ് ശൃംഖല ഇന്ത്യക്കാണ്. പഠിച്ചു വെക്കണം. ലോകത്തിലെ 2ാമത്തെ വലിയ റോഡ് ശൃംഖല ആർക്കാണ്? ഇന്ത്യക്കാണ്. ഇന്ത്യയിലെ പ്രധാന ഹൈവേ ഇമ്പോർട്ടന്റ് ആണ്, PYQ ആണ്. ഏതൊക്കെയാണ്? സുവർണ ചതുഷ്കോണവും വടക്ക് തെക്ക് ഇടനാഴിയും കിഴക്ക് പടിഞ്ഞാറ് ഇടനാഴി. ഇന്ത്യയിലെ പ്രധാന വ്യാവസായിക കാർഷിക കേന്ദ്രങ്ങളെ ബന്ധിപ്പിക്കുന്ന ദേശീയപാത ശൃംഖലയാണ് ഏത്? സുവർണ ചതുഷ്കോണം. ഇത് ബന്ധിപ്പിക്കുന്ന നഗരം ഒന്ന് പഠിച്ചു വെക്കണേ, PYQ ആണ്. ഡൽഹി, കൊൽക്കത്ത, മുംബൈ, ചെന്നൈ. 4 കൊണ്ട് പഠിച്ചു വെക്കുക. ഡൽഹി, കൊൽക്കത്ത, മുംബൈ, ചെന്നൈ. DKMC. ഡൽഹി, കൊൽക്കത്ത, മുംബൈ, ചെന്നൈ. 12 സംസ്ഥാനങ്ങളിലൂടെയാണ് ഈ പാത കടന്നു പോകുന്നത്. എത്ര സംസ്ഥാനങ്ങളിലൂടെയാണ്? 12 സംസ്ഥാനങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. പിന്നുള്ളത് വടക്ക് തെക്ക് ഇടനാഴിയും കിഴക്ക് പടിഞ്ഞാറ് ഇടനാഴിയും. വടക്ക് തെക്ക് ഇടനാഴി ശ്രീനഗറിനെ
കന്യാകുമാരിയായിട്ടും കിഴക്ക് പടിഞ്ഞാറൻ ഇടനാഴി സിൽച്ചാറിനെ പോർബന്ദറുമായിട്ട് ബന്ധിപ്പിക്കുന്നു. വടക്ക് തെക്ക് ഇടനാഴി ശ്രീനഗറിനെ കന്യാകുമാരിയുമായിട്ട് ബന്ധിപ്പിക്കുന്നു. അതുപോലെ കിഴക്ക് പടിഞ്ഞാറ് വരുന്നത് സിൽച്ചാറിനെ പോർബന്ദറുമായിട്ട് ബന്ധിപ്പിക്കുന്നതാണ് കിഴക്ക് പടിഞ്ഞാറൻ ഇടനാഴി. സുവർണ ചതുഷ്കോണം പഠിച്ചു വെക്കണം, ഇമ്പോർട്ടന്റ് ആണ്. ഡൽഹി, കൊൽക്കത്ത, മുംബൈ, ചെന്നൈ 12 സംസ്ഥാനങ്ങളിലാണ് കടന്നു പോകുന്നത്. അടുത്തത് റെയിൽ ഗതാഗതമാണ്. കരയിലെ ഏറ്റവും വേഗതയേറിയ ഗതാഗതമാണ് ഏത്? റെയിൽ ഗതാഗതം. ബ്രിട്ടനിലാണ് റെയിൽവേ ഗതാഗതം ആരംഭിച്ചത്. ബ്രിട്ടനിലാണ് സ്റ്റാർട്ട് ചെയ്തത്. ആവിയന്ത്രത്തിന്റെ കണ്ടുപിടുത്തത്തിലൂടെയാണ് ലോക്കോമോട്ടീവ് എന്ന തീവണ്ടി ഉദയം ചെയ്തത്. 1825 ജോർജ് സ്റ്റീവൻസൺ ബ്രിട്ടനിലെ ആദ്യത്തെ ലോക്കോമോട്ടീവ് തീവണ്ടി എഞ്ചിൻ നിർമ്മിച്ചു. ആരാണ്? ജോർജ് സ്റ്റീവൻസൺ. ഇത് പ്രവർത്തിക്കാനുള്ള ഇന്ധനമായിട്ട് ഉപയോഗിച്ചിരുന്നത് കൽക്കരിയാണ്. പിൽക്കാലത്ത് സാങ്കേതിക വികാസത്തിന്റെ ഫലമായിട്ട് ഡീസൽ എഞ്ചിനുകളും ഇലക്ട്രിക് എഞ്ചിനുകളും നിലവിൽ വന്നത്. റെയിൽവേ സംവിധാനം ആരംഭിച്ചത് എവിടാണ്? ബ്രിട്ടനിലാണ്. ലോക്കോമോട്ടീവ് തീവണ്ടി എഞ്ചിൻ നിർമ്മിച്ച ആദ്യമായിട്ട് ആരാണ്? 1825 ജോർജ് സ്റ്റീവൻസൺ ആണ്. 1825 ഇംഗ്ലണ്ടിലെ സ്റ്റോക്ടൺ, ഡാർജിലിംഗ് എന്നീ നഗരങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ട് ലോകത്തിലെ ആദ്യത്തെ റെയിൽ പാത നിർമ്മിക്കപ്പെട്ടു. ജോർജ് സ്റ്റീവൻസൺ നിർമ്മിച്ച സ്റ്റീഫൻസൺ റോക്കറ്റ് എന്ന ലോക്കോമോട്ടീവ് ഈ പാതയിലൂടെ ഓടിച്ചുകൊണ്ടാണ് ലോകത്തെ റെയിൽ ഗതാഗതത്തിന് തുടക്കം കുറിച്ചത്. സ്റ്റീവൻസൺ റോക്കറ്റ് ഇംഗ്ലണ്ടിലെ സ്റ്റോക്ടൺ, ഡാർലിംഗ്ടൺ എന്നീ നഗരങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ടാണ് 1825 ഇംഗ്ലണ്ടില് സ്റ്റോക്ടൺ, ഡാർലിംഗ്ടൺ എന്നീ നഗരങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ടാണ് ആദ്യത്തെ റെയിൽ പാത. ലോകത്തിലെയാണ്, പഠിച്ചു വെക്കണം, ഇമ്പോർട്ടന്റ് ആണ്. സ്റ്റീവൻസൺ റോക്കറ്റ് എന്ന ലോക്കോമോട്ടീവ് ഈ പാതയിലൂടെ ഓടിച്ചുകൊണ്ടാണ് റെയിൽവേ ഗതാഗതത്തിന് തുടക്കം കുറിച്ചത്. ലോകത്തിലെ, പഠിച്ചു വെക്കണം, ഇമ്പോർട്ടന്റ് ആണ്. അടുത്തത് ബ്രിട്ടീഷുകാരാണ് ഇന്ത്യയിൽ റെയിൽവേ ഗതാഗതത്തിന് തുടക്കം കുറിച്ചത്. PYQ പഠിച്ചു വെക്കുക. ഇന്ത്യയിൽ നിന്ന് അസംസ്കൃത വസ്തുക്കളും പ്രകൃതി വിഭവങ്ങളും കടൽ മാർഗം അവർ യൂറോപ്പിലേക്ക് കൊണ്ടുപോയിരുന്നു. ഈ വസ്തുക്കളും വിഭവങ്ങളും തുറമുഖത്തിൽ എത്തിക്കാനുള്ള സംവിധാനം എന്ന നിലയിലാണ് അവർ റെയിൽ ഗതാഗതം ഇവിടെ ആരംഭിച്ചത്. ഇന്ത്യയിലെ ആദ്യത്തെ റെയിൽ പാത PYQ ബോംബെ, ഇപ്പോഴത്തെ മുംബൈ, ബോംബെ മുതൽ താനെ വരെയായിരുന്നു. ഇത് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. 1853 ഇന്ത്യയിൽ സ്റ്റാർട്ട് ചെയ്തത്. കേരളത്തിൽ 1861. ആദ്യത്തെ റെയിൽ പാത ബേപ്പൂർ ടു തിരൂര്. ഇന്ത്യയിലെ ആദ്യത്തെ റെയിൽ പാത ബോംബെ ടു താനെയാണ്. 1853. കേരളത്തിലെ ആദ്യത്തെ റെയിൽ പാത ബേപ്പൂര് മുതൽ തിരൂര് വരെ 1861. അടുത്ത ഇവിടെ മെട്രോ റെയിലിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. വൻ നഗരങ്ങളിലെ യാത്രാക്ലേശം പരിഹരിക്കുന്നതിനും അന്തരീക്ഷ മലിനീകരണം കുറയ്ക്കുന്നതിനും വേണ്ടിയാണ് മെട്രോ റെയിൽ ആരംഭിച്ചത്. കൊൽക്കത്ത, ഡൽഹി, മുംബൈ, ബംഗളൂരു, ചെന്നൈ, കൊച്ചി തുടങ്ങിയ പ്രധാന നഗരങ്ങളിലെല്ലാം മെട്രോ സംവിധാനം ഇപ്പോൾ നിലവിലുണ്ട്. അടുത്ത റെയിൽ ഗതാഗതത്തിന്റെ മേന്മകൾ എന്തൊക്കെയാണ്? കൂടുതൽ പേർക്ക് യാത്ര ചെയ്യാൻ കഴിയുന്ന ഏറ്റവും ചെലവ് കുറഞ്ഞ ഗതാഗത മാർഗമാണ്. അതുപോലെ ചരക്ക് നീക്കം ഇതിന് സഹായിക്കുന്നു. സമ്പദ് വ്യവസ്ഥയുടെ വളർച്ചയിൽ പ്രധാന പങ്ക് വഹിക്കുന്നു. റെയിൽ ഗതാഗതത്തിന്റെ മേന്മകളാണ് പറഞ്ഞിരിക്കുന്നത്. അടുത്തത് ജലഗതാഗതമാണ്. ജലഗതാഗതത്തെ രണ്ടായിട്ട് തിരിക്കാം. ഉൾനാടൻ ജലഗതാഗതം എന്നും അതുപോലെ സമുദ്ര ജലഗതാഗതം എന്ന് രണ്ടായിട്ട് തിരിക്കാം. റെയിൽവേയുടെ കടന്നുവരവിന് മുമ്പ് ഇന്ത്യയിലെ പ്രധാന ഗതാഗത മാർഗമായിരുന്നു ഉൾനാടൻ ജലഗതാഗതം എന്ന് പറയുന്നത്. കേരളത്തിലെ ഉൾനാടൻ ജലഗതാഗത പാതകൾ പറഞ്ഞിട്ടുണ്ട്, ഇമ്പോർട്ടന്റ് ആണ്. കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയുള്ള ദേശീയ ജലപാത നമ്പർ 3 നാഷണൽ വാട്ടർവേ 3. കോഴിക്കോട് മുതൽ കൊടുങ്ങല്ലൂർ വരെയുള്ള കാനോലി കനാൽ. ഇതാണ് 2 പ്രധാനപ്പെട്ട ഉൾനാടൻ ജലഗതാഗത പാതകൾ. കൊല്ലം മുതൽ കോട്ടപ്പുറം വരെ, ഇപ്പൊ കോഴിക്കോട് വരെ ആക്കിയിട്ടുണ്ട്. നാഷണൽ വാട്ടർവേ 3 ആണ്. കോഴിക്കോട് മുതൽ കൊടുങ്ങല്ലൂർ വരെയുള്ളതാണ് കാനോലി കനാല്. റെയിൽ സംവിധാനം ശക്തിപ്പെടുത്തുന്നതുവരെ ചരക്ക് നീക്കത്തിന് പ്രധാനമായിട്ടും ജലപാതകളെയാണ് ആശ്രയിച്ചിരുന്നത്. അടുത്ത ഇവിടെ ലോത്തലിലെ കപ്പൽ നിർമ്മാണ കേന്ദ്രത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. സിന്ധു നദിയുടെ സംസ്കാര കേന്ദ്രമായിട്ടുള്ള ഗുജറാത്തിലെ ലോത്തലിൽ കപ്പൽ നിർമ്മാണ കേന്ദ്രത്തിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്.
ലോഥലിൽ നിന്ന് കണ്ടെത്തിയ മുദ്രകളിലും ഹാരപ്പയിൽ നിന്ന് കണ്ടെത്തിയ മെസപ്പൊട്ടേമിയൻ മുദ്രകളിലും ബോട്ടിന്റെ രൂപങ്ങൾ പതിച്ചിട്ടുണ്ട്. ഇത് അക്കാലത്ത് ജലഗതാഗതം നിലനിന്നതിനൊരു തെളിവാണ്. അവിടാണ് ലോഥലിലെ കപ്പൽ നിർമ്മാണ കേന്ദ്രത്തിലെ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കുക. ഇന്ത്യയുമായിട്ട് വ്യാപാരം മെച്ചപ്പെടുത്തുന്നതായിട്ട് യൂറോപ്യര് ജലഗതാഗതത്തിന് പ്രാധാന്യം നൽകി. നഗരങ്ങളിലേക്ക് കൽക്കരി കൊണ്ടുപോകുന്നതിനുള്ള മാർഗം എന്ന നിലയിലാണ് യൂറോപ്യര് ആദ്യകാലങ്ങളിൽ കനാല് നിർമ്മിച്ചിരുന്നത്. ക്രമേണ ഇത്തരം കനാലുകൾ ജലയാത്രയ്ക്കായിട്ട് കൂടുതൽ ഉപയോഗിക്കാൻ തുടങ്ങി. കേരളത്തിൽ നിർമ്മിക്കപ്പെട്ട കനാലാണ് കനോലി കനാലും പാർവതി പുത്തനാറും. അതുപോലെ കിഴക്കിന്റെ വെനീസ് എന്നറിയപ്പെടുന്ന ആലപ്പുഴയിൽ ധാരാളം കനാലുകളുണ്ട്. കിഴക്കിന്റെ വെനീസ് എന്നറിയപ്പെടുന്ന ആലപ്പുഴയാണ്. അപ്പം ഏതൊക്കെയാണ് കേരളത്തിൽ നിർമ്മിക്കപ്പെട്ട കനാല്? കനോലി കനാലും പാർവതി പുത്തനാർ. ഇത് ഇമ്പോർട്ടന്റ് ആണ്, അടുത്ത എക്സാമിന് ചോദിക്കും. ബ്രിട്ടീഷ് ഭരണകാലത്ത് മലബാർ ജില്ലാ കളക്ടറായിരുന്ന HV കനോലി 1845 കോഴിക്കോട് മുതൽ കൊടുങ്ങല്ലൂർ വരെ വിശാലമായിട്ടുള്ള ഒരു ജലഗതാഗത മാർഗം എന്ന ആശയം മുന്നോട്ട് വെച്ചു. പിന്നീട് പൊന്നാനി, ചാവക്കാട് ഭാഗം കൂടി ഉൾപ്പെടുത്തി കൊടുങ്ങല്ലൂർ വരെയുള്ള പുഴകളെ ബന്ധിപ്പിച്ചുകൊണ്ട് നിർമ്മിച്ചതാണ് ഏത്? കനോലി കനാല്. പിന്നെ പാർവതി പുത്തനാറ് തിരുവനന്തപുരം ജില്ലയിലാണ്. നോട്ട് ചെയ്ത് വെക്കണം. തിരുവനന്തപുരം ജില്ലയിലെ വേളി കഠിനംകുളം കാലുകളെ ബന്ധിപ്പിച്ചുകൊണ്ട് നിർമ്മിച്ച കനാലാണ് ഏത്? പാർവതി പുത്തനാർ. രണ്ടും ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചു വെക്കുക. അടുത്തത് വ്യോമ ഗതാഗതമാണ്. ഫ്രാൻസിലെ ഒരു കടലാസ് ഫാക്ടറി ഉടമയായിരുന്നു ജാക്വിസ് മോൺ ഗോൾഫിയർ. നനഞ്ഞ വസ്ത്രം പെട്ടെന്ന് ഉണങ്ങുന്നതിനായിട്ട് തൂക്കിയിട്ടിരുന്ന വസ്ത്രത്തിന് താഴെ തീ കൂട്ടി കത്തുകയായിരുന്നു അദ്ദേഹത്തിന്റെ ഭാര്യ. ഉണങ്ങാനിട്ടിരുന്ന വസ്ത്രം ആകാശത്തേക്ക് പറന്നുയർന്നത് അദ്ദേഹത്തിന് അതിശയം ഉളവാക്കി. ആ കാഴ്ച ജാക്വിസിനെ ഏറെ ചിന്തിപ്പിച്ചു. പിന്നീടുള്ള ദിവസങ്ങളിൽ അദ്ദേഹത്തിന് വിശ്രമം ഉണ്ടായിരുന്നില്ല. അദ്ദേഹത്തിന്റെ സഹോദരനായിട്ടുള്ള ജോസഫ് മോൺ ഗോൾഫിയറുമായിട്ട് ചേർന്ന് ജാക്വിസ് ഒരു കൂറ്റൻ ബലൂൺ ഉണ്ടാക്കി. ചൂട് നിറച്ച ആ ബലൂൺ അവരെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് മുകളിലേക്ക് ഉയർന്നു. അതിനുശേഷം ബലൂണിന്റെ കീഴ്ഭാഗത്ത് കുട്ട വെച്ച് പിടിപ്പിച്ച് സ്വന്തം വീട്ടിലെ കോഴി, താറാവ് എന്നിവരെ യാത്രക്കാരാക്കി. തുടർന്ന് ജാക്വിസും ജോസഫും ആ ബലൂൺ വാഹനത്തില് പാരീസ് നഗരത്തിന്റെ മുകളിലൂടെ അരമണിക്കൂർ പറന്നു. ഇത് 1783 ഒരു സംഭവമാണ്. പിന്നീട് ആകാശയാത്രകൾക്ക് തുടക്കമിട്ടത് ചൂടുവായു നിറച്ച ബലൂണുകളാണ്. മനുഷ്യർ ആകാശയാത്രയ്ക്ക് ആദ്യം ഉപയോഗിച്ചിരുന്നത് എന്താണ്? ചൂട് നിറച്ച ബലൂണാണ്. അതിനുശേഷം സാന്ദ്രത കുറഞ്ഞ വാതകങ്ങൾ ഉപയോഗിച്ച് അവര് ബലൂണുകളിൽ നിറച്ച് ആകാശ കപ്പലുകൾ നിർമ്മിച്ചു. ഇന്നത്തെ വിമാനത്തിന്റെ ആദ്യ രൂപം എന്ന് പറയാവുന്ന തരത്തിൽ വിമാനം നിർമ്മിച്ചത് ആരായിരുന്നു? അമേരിക്കക്കാരായിട്ടുള്ള ഓർവിൻ റൈറ്റ്, വിൽബർ റൈറ്റ് എന്നീ സഹോദരന്മാരാണ്. റൈറ്റ് സഹോദരന്മാർ എന്നാണ് അറിയപ്പെടുന്നത്. ആരൊക്കെയാണ്? ഓർവിൽ റൈറ്റ്, വിൽബർ റൈറ്റ്. ഇവർ നിർമ്മിച്ച വിമാനത്തിന്റെ പേര് ഫ്ലയർ 1. ഇമ്പോർട്ടന്റ് ആണ്. അവർ നിർമ്മിച്ച വിമാനത്തിന്റെ പേര് ഫ്ലയർ 1 എന്നായിരുന്നു. അമേരിക്കയിലെ നോർത്ത് കരോലിനയിൽ നിന്ന് 1903 ഡിസംബർ 17 ഫ്ലയർ 1 പറന്നുയർന്നത്. ആരാണ് നിർമ്മിച്ചത്? അമേരിക്കക്കാരായിട്ടുള്ള ഓർവിൽ റൈറ്റ്, വിൽബർ റൈറ്റ്. റൈറ്റ് സഹോദരന്മാരെന്നാണ് അവരെ അറിയപ്പെടുന്നത്. വിമാനത്തിന്റെ പേര് ഫ്ലയർ 1 എന്നാണ് പറന്നുയർന്നത് 1903 ഡിസംബർ 17. അടുത്തത് ഇന്ത്യയിലെ വ്യോമഗതാഗതത്തെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ഇന്ത്യയില് 20-ാം നൂറ്റാണ്ടിന്റെ ആരംഭത്തോടെയാണ് വ്യോമഗതാഗതം ഇന്ത്യയിൽ ആരംഭിക്കുന്നത്. 1911 അലഹബാദിൽ നിന്ന് 10 കിലോമീറ്റർ മാത്രം അകലെയുള്ള നൈനിയിലേക്ക് കത്തുകൾ വഹിച്ചുകൊണ്ടുള്ള വിമാനം പറന്നുയർന്നവരാണ് ഇന്ത്യയിൽ വ്യോമഗതാഗതത്തിന് തുടക്കം കുറിച്ചത്. 1912 ഇന്ത്യയിലേക്കും തിരിച്ചുമുള്ള അന്താരാഷ്ട്ര വിമാനം ലണ്ടനിൽ നിന്ന് കറാച്ചിയിലേക്കും അവിടെ നിന്ന് ഡൽഹിയിലേക്കും സർവീസ് നടത്തി. ഇന്ത്യയിലെ ആദ്യത്തെ വാണിജ്യ വിമാന കമ്പനി ഏതാണ്? ടാറ്റ എയർലൈൻസ്. 1932 മുതൽ കറാച്ചി മുതൽ മുംബൈ വരെ ആദ്യത്തെ സർവീസ് നടത്തി. ഇന്ത്യയിലെ ആദ്യത്തെ വാണിജ്യ വിമാന കമ്പനി ആയിട്ടുള്ള ടാറ്റ എയർലൈൻസ് 1932 കറാച്ചി മുതൽ മുംബൈ വരെ ആദ്യത്തെ സർവീസ് നടത്തി. ഇന്ത്യയിലെ ആദ്യത്തെ വിമാനത്താവളം ഏതാണ്? മുംബൈയിലെ ജുഹുവിലാണ്. എവിടെയാണ് ഇന്ത്യയിലെ ആദ്യത്തെ വിമാനത്താവളം? മുംബൈയിലെ ജുഹുവിലാണ്. ലോകത്തിലെ ഏറ്റവും വിപുലമായ വ്യോമഗതാഗത ശൃംഖലയുള്ള രാജ്യങ്ങൾ ഒന്നായിട്ട് ഇന്ന് ഇന്ത്യ മാറിയിരിക്കുന്നു.
ഇന്ത്യയിലെ ആദ്യത്തെ വാണിജ്യ വിമാന കമ്പനിയായിട്ടുള്ള ടാറ്റ എയർലൈൻസ് ആണ് ആദ്യത്തെ വിമാന സർവീസ് നടത്തിയത്. എന്നാണ് 1932-ലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ വിമാനത്താവളം എവിടെയാണ്? മുംബൈയിലെ ജുഹുവിലാണ്. വ്യോമഗതാഗതത്തിന്റെ മേന്മകൾ എന്താണ്? ഏറ്റവും വേഗതയേറിയ ഗതാഗത മാർഗമാണ്. പിന്നെ വിവിധ ഭൂഖണ്ഡങ്ങളിലെ രാജ്യങ്ങളെ ബന്ധിപ്പിക്കുകയും ഭൂമിയെ ഒരു ആഗോള ഗ്രാമമാക്കുകയും ചെയ്യുന്നു. പിന്നെ ദേശീയ പ്രതിരോധത്തിന് എന്താണ്? വ്യോമഗതാഗതം ഉപയോഗപ്പെടുത്തുന്നുണ്ട്. അടുത്ത ഇവിടെ എഴുത്തുവിദ്യയെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. സുമേറിയക്കാരാണ് ആദ്യമായിട്ട് എഴുത്തുവിദ്യ വികസിപ്പിച്ചത്. സുമേറിയക്കാരാണ്. ക്യൂണിഫോം എന്ന പേരിൽ ആണ് ഈ ലിപി അറിയപ്പെടുന്നത്. എഴുത്തുവിദ്യ വികസിപ്പിച്ചത് ആരാണ്? സുമേറിയക്കാരാണ്. ക്യൂണിഫോം ലിപി എന്നാണ് ഇത് അറിയപ്പെട്ടിരുന്നത്. കളിമൺ ഫലകങ്ങളിലാണ് എഴുതിയിരുന്നത്. അതുപോലെ ഈജിപ്തിൽ രൂപം കൊണ്ടത് ഏതാണ്? ഹൈറോഗ്ലിഫിക്സ് ആണ്. ഈജിപ്തിൽ രൂപം കൊണ്ട ലിപി ഏതാണ്? ഹൈറോഗ്ലിഫിക്സ് ആണ്. ക്യൂണിഫോം ലിപിയും ഹൈറോഗ്ലിഫിക്സ് ലിപിയും. അടുത്തത് അച്ചടി സാങ്കേതിക വിദ്യയെ കുറിച്ചാണ്. അച്ചടി സാങ്കേതിക വിദ്യ കണ്ടുപിടിച്ചത് ആരാണ്? ചൈനക്കാരാണ്. ചൈനക്കാരാണ്. ആദ്യകാലങ്ങളിൽ അച്ചടി യന്ത്രങ്ങൾ മരക്കട്ട ഉപയോഗിച്ചാണ് പ്രവർത്തിച്ചിരുന്നത്. പിന്നീട് ജർമ്മൻകാരനായിട്ടുള്ള ഗുട്ടൻബർഗ് അച്ചടി യന്ത്രം കണ്ടുപിടിച്ചു. ആരാണ് അച്ചടി യന്ത്രം കണ്ടുപിടിച്ചത്? ഗുട്ടൻബർഗ് ആണ്. പഠിച്ചു വെക്കുക, ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ പൂർണ്ണമായിട്ടും മലയാളത്തിൽ അച്ചടിച്ച ആദ്യത്തെ പുസ്തകം ഏതാന്ന് പഠിച്ചു വെക്കണം. PYQ ആണ്. സംക്ഷേപ വേദാർത്ഥം. പൂർണ്ണമായിട്ടും മലയാളത്തിൽ അച്ചടിച്ച ആദ്യത്തെ പുസ്തകം ഏതാണ്? സംക്ഷേപ വേദാർത്ഥം. പിന്നെ ഗുട്ടൻബർഗിന്റെ അച്ചടി യന്ത്രം. ആരാണ് അച്ചടി യന്ത്രം കണ്ടുപിടിച്ചത്? ഗുട്ടൻബർഗ്. അടുത്ത ഇവിടെ ഇന്റർനെറ്റ് അധിഷ്ഠിത നൂതന ആശയവിനിമയ സാങ്കേതിക വിദ്യയെ കുറിച്ച് ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. എന്തൊക്കെയാണ്? വീഡിയോ കോൺഫറൻസ്, കൊമേഴ്സ്, ഇമെയില്, ടെലിമെഡിസിൻ. ജസ്റ്റ് വായിച്ചു വെക്കുക. അപ്പൊ ഈ ചാപ്റ്ററിൽ നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിച്ചത് എന്താണ്? കരയിലെ ഏറ്റവും വേഗതയേറിയ ഗതാഗത മാർഗം ഏതാണ്? കരയിലെ റെയിൽ ഗതാഗതമാണ്. റെയിൽവേ സംവിധാനം ആരംഭിച്ചത് എവിടെയാണ്? ബ്രിട്ടനിലാണ്. റെയിൽവേ സംവിധാനം ആരംഭിച്ചത് ബ്രിട്ടൻ ആണ്. ജോർജ് സ്റ്റീവൻസൺ ബ്രിട്ടനിൽ ആദ്യമായിട്ട് ലോക്കോമോട്ടീവ് തീവണ്ടി എഞ്ചിൻ നിർമ്മിച്ചത് ഏതു വർഷമാണ്? 1825-ലാണ്. ആരാണ് നിർമ്മിച്ചത്? ജോർജ് സ്റ്റീവൻസൺ. അതുപോലെ ഇന്ത്യയിലെ ആദ്യത്തെ റെയിൽപാത എവിടെ മുതലാണ്? ബോംബെ ടു താനെയാണ്. വർഷം എന്നാണ്? 1853-ലാണ്. കേരളത്തിൽ എന്നാണ്? 1861-ൽ ബേപ്പൂർ ടു തിരൂർ. അതുപോലെ പഠിച്ചു വെക്കേണ്ടതാണ് റെയിൽ ഗതാഗതം ഇല്ലാത്ത ജില്ലകൾ. PYQ ക്വസ്റ്റ്യൻ ആണ്. ഇടുക്കി, വയനാട്. റെയിൽവേ ലൈൻ ഇല്ലാത്ത ജില്ല ഏതൊക്കെയാണ്? ഇടുക്കി, വയനാടാണ്. അടുത്തത് നമ്മൾ പഠിച്ച കനാല് പഠിച്ചു. ഇമ്പോർട്ടന്റ്. കേരളത്തിൽ നിർമ്മിക്കപ്പെട്ട പ്രധാന കനാലുകൾ ഏതൊക്കെയാണ്? കനോലി കനാലും പിന്നെ ഏതാണ്? പാർവതി പുത്തനാർ. ഇതൊക്കെയാണ് ഇമ്പോർട്ടന്റ് ആയിട്ട് രണ്ട് കനാല്. കനോലി കനാലും പാർവതി പുത്തനാരും. പിന്നെ നമ്മൾ പഠിച്ചു കിഴക്കിന്റെ വെനീസ് എന്നറിയപ്പെടുന്നത് ആലപ്പുഴയാണ്. ഇതൊക്കെ PYQ ക്വസ്റ്റ്യൻ ആണ്. കിഴക്കിന്റെ വെനീസ് എന്നറിയപ്പെടുന്നത് ആലപ്പുഴയാണ്. പിന്നെ നമ്മൾ പഠിച്ചത് എന്താണ്? വിമാനത്തിന്റെ ആദ്യ രൂപം ആരാണ് നിർമ്മിച്ചത്? റൈറ്റ് സഹോദരന്മാരാണ്. ആരൊക്കെയാണ്? ഓർവിൽ റൈറ്റും വിൽബർ റൈറ്റും. റൈറ്റ് സഹോദരന്മാരാണ്. പിന്നെ റൈറ്റ് സഹോദരന്മാർ നിർമ്മിച്ച വിമാനത്തിന്റെ പേര് പഠിക്കണം. ഫ്ലയർ 1 ആണ്. എന്നാണ്? 1903 ഡിസംബർ 17-നാണ് അവര് പറത്തിയത്. അപ്പൊ ഇത്രയൊക്കെ ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചു വെക്കുക. അപ്പൊ ഈ ചാപ്റ്ററിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ട പോയിന്റ്സ് എല്ലാം പറഞ്ഞു. ഇനി നമുക്ക് NCERT ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് പഠിക്കേണ്ട ചാപ്റ്റേഴ്സ് നോക്കാം. +1-ലെ ജോഗ്രഫി ടെക്സ്റ്റില് 2 ടെക്സ്റ്റ് ഉണ്ട്. ഫണ്ടമെന്റൽസ് ഓഫ് ഫിസിക്കൽ ജോഗ്രഫി, പിന്നെ ഇന്ത്യൻ ഫിസിക്കൽ എൻവയോൺമെന്റ്. ഈ 2 ടെക്സ്റ്റും ഇമ്പോർട്ടന്റ് ആണ്. ഇതിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ടത് 3-ാമത്തെ ചാപ്റ്റർ ഇമ്പോർട്ടന്റ് ആണ്. ഭൂമിയുടെ ഉള്ളറ, ഭൂവൽക്കത്തെ കുറിച്ചും മാന്റിലിനെ കുറിച്ചും ഒക്കെ പറഞ്ഞിരിക്കുന്ന ചാപ്റ്റർ ആണ്. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചാപ്റ്റർ ആണ്. പിന്നെ വൻകരകളും സമുദ്രങ്ങളും ധാതുക്കളും ശിലകളും ഒക്കെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചാപ്റ്റർ ആണ്. പിന്നെ പഠിക്കേണ്ട സമുദ്ര ചലനങ്ങൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചാപ്റ്റർ ആണ്. നമ്മൾ ഈ ചാപ്റ്റേഴ്സിന്റെ ഒക്കെ ക്യാപ്സ്യൂൾ രൂപത്തിലുള്ള ക്ലാസ് എടുത്തിട്ടുണ്ട്. കാണാത്തവര് ആ വീഡിയോ കാണുക. അടുത്തത് ഇന്ത്യൻ ഫിസിക്കൽ എൻവയോൺമെന്റ്. ഈ ടെക്സ്റ്റ് ഇമ്പോർട്ടന്റ് ആണ്. കൂടുതൽ പോയിന്റ്സ് ഉള്ളത് ഈ ടെക്സ്റ്റിലാണ്. ഇന്ത്യയുടെ സ്ഥാനം, പിന്നെ ഘടനയും ഭൂപ്രകൃതിയും, നീരൊഴുക്ക് വ്യൂഹം, കാലാവസ്ഥ, സസ്യജാലങ്ങള്, മണ്ണിനെ കുറിച്ചൊക്കെ പറയുന്നത് ഈ ടെക്സ്റ്റിലാണ്.
ഒന്നാമത്തെ ചാപ്റ്റർ ഇമ്പോർട്ടന്റ് ആണ്. ഇന്ത്യ സ്ഥാനം അതാണ് ചാപ്റ്ററിന്റെ പേര്. നമുക്ക് ക്യാപ്സ്യൂൾ രൂപത്തിലുള്ള നോട്ട് നോക്കാം. ഈ ചാപ്റ്ററിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ട പോയിന്റ്സ് നോക്കാം. 10th പ്രിലിംസിനൊക്കെ ഈ ചാപ്റ്റർ ഇമ്പോർട്ടന്റ് ആണ്. ഇന്ത്യയുടെ വടക്ക് കാശ്മീർ മുതൽ തെക്ക് കന്യാകുമാരി വരെയാണ്. പടിഞ്ഞാറ് ഗുജറാത്ത് മുതൽ കിഴക്ക് അരുണാചൽ പ്രദേശ് വരെയാണ് ഇന്ത്യയുടെ വിസ്തൃതി. ഇന്ത്യൻ ഉപഭൂഖണ്ഡം പടിഞ്ഞാറ് ഹിന്ദുകുഷ്, സുലൈമാൻ പർവ്വതനിരകളാണ്. വടക്ക് കിഴക്ക് പൂർവാഞ്ചൽ പർവ്വതനിരകളാണ്. തെക്ക് എന്താണ്? ഇന്ത്യൻ മഹാസമുദ്രമാണ്. ഇന്ത്യയുടെ കര അതിർത്തി 15,200 കിലോമീറ്റർ ആണ്. പിന്നെ ആൻഡമാൻ, നിക്കോബാർ, ലക്ഷദ്വീപ് തുടങ്ങിയ ദ്വീപ സമൂഹങ്ങൾ ഉൾപ്പെടെ ഇന്ത്യയുടെ മൊത്തം തീരദേശ ദൈർഘ്യം എത്രയാണ്? 7,517 കിലോമീറ്റർ ആണ്. ടെക്സ്റ്റിൽ കൊടുത്തേക്കുന്നതാണ്. കര അതിർത്തി 15,200. ലോകത്തിലെ 7ാമത്തെ വലിയ രാജ്യമാണ് ഇന്ത്യ. വലിപ്പത്തിൽ ഇന്ത്യയുടെ സ്ഥാനം 7ാമതാണ്. ഇന്ത്യയുടെ ആകെ വിസ്തൃതി 3.28 ദശലക്ഷം ചതുരശ്ര കിലോമീറ്റർ ആണ്. ഇത് ലോകത്തെ ആകെ വിസ്തൃതിയുടെ എത്ര ശതമാനമാണെന്ന് പഠിക്കണം. 2.4%. ഇതൊക്കെ ചോദ്യം വന്നിട്ടുള്ളതാണ്. പിന്നെ വടക്ക് മുതൽ തെക്ക് വരെയുള്ള ഇന്ത്യയുടെ ഏകദേശ ദൂരം അതും BYQ ആണ്. 3,214 കിലോമീറ്റർ ആണ്. 3,214 കിലോമീറ്റർ ആണ്. കിഴക്ക് മുതൽ പടിഞ്ഞാറ് വരെ എത്രയാണ്? 2,933 കിലോമീറ്റർ ആണ്. ഇന്ത്യയുടെ മാനക രേഖാംശം 82 ഡിഗ്രി 30 മിനിറ്റ് ഈസ്റ്റ് ആണ്. റിപ്പീറ്റഡ് BYQ ആണ്. പിന്നെ ഇന്ത്യയുടെ സമയം ഗ്രീനിച്ച് സമയത്തേക്കാൾ 5.5 മണിക്കൂർ മുന്നിലാണ്. അതും BYQ ആണ്. ഇന്ത്യയുടെ കിഴക്കേ അറ്റം അതായത് അരുണാചൽ പ്രദേശും പടിഞ്ഞാറ് അറ്റമായിട്ടുള്ള ഗുജറാത്തും തമ്മിൽ ഏകദേശം 2 മണിക്കൂറിന്റെ വ്യത്യാസമുണ്ട്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തില് പാകിസ്ഥാന്, നേപ്പാള്, ഭൂട്ടാൻ, ബംഗ്ലാദേശ് എന്നീ രാജ്യങ്ങളാണ് ഉൾപ്പെടുന്നത്. ഇന്ത്യൻ മഹാസമുദ്രത്തിൽ സ്ഥിതി ചെയ്യുന്ന ശ്രീലങ്ക, മാലിദ്വീപ് എന്നീ രാജ്യങ്ങൾ ഇന്ത്യയുമായിട്ട് സമുദ്ര അതിർത്തി പങ്കിടുന്നു. ഇന്ത്യയും ശ്രീലങ്കയും വേർതിരിക്കുന്നത് ഗൾഫ് ഓഫ് മാന്നാർ, പാക് കടലിടുക്ക് എന്നിവയാണ്. പിന്നെ ഭൂവൻ പോർട്ടലിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഭൗമ വിവരങ്ങളെക്കുറിച്ചും കാലാവസ്ഥയെക്കുറിച്ചും വിവരം നൽകുന്നതിന് വേണ്ടി ISRO തയ്യാറാക്കിയ വെബ് പോർട്ടലാണ് ഇത് ഭൂവൻ. ഈ ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻസ് ആണ്. ഇന്ത്യയുടെ അക്ഷാംശ വ്യാപ്തി 8 ഡിഗ്രി 4 മിനിറ്റ് നോർത്ത്, 37 ഡിഗ്രി 6 മിനിറ്റ് നോർത്ത് ആണ്. ഇന്ത്യയുമായിട്ട് ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്ന രാജ്യം ഏതാണ്? ബംഗ്ലാദേശ് ആണ്. ഇന്ത്യയേക്കാൾ വിസ്തൃതിയുള്ള രാജ്യം ചൈനയാണ്. ഇന്ത്യയുടെ മാനക രേഖാംശം എത്രയാണ്? 82 ഡിഗ്രി ഈസ്റ്റ് ആണ്. ഇതുപോലെ എല്ലാ ചാപ്റ്ററിന്റെ നോട്ട് വേണമെങ്കിൽ കമന്റ് ആയിട്ട് കൊടുത്താൽ മതി. വരും ദിവസങ്ങളിൽ ക്ലാസ് ഇടാം. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഹൈ പോയിന്റും കൊടുക്കുക. താങ്ക് യു.